കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 സെപ്റ്റംബർ മാസം 23-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 13-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസങ്ങൾ നടന്ന ഈ വചന പഠനം നമ്മുടെ ജീവിതാനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലെ തുടർ പഠനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആഗോള സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ആഗോള സഭയുടെ പഠനം ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവസഭയെക്കുറിച്ച് ഏറ്റവും അധികമായി പ്രതിപാദിച്ചിരിക്കുന്ന എഫെസോസിലെ സഭയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിന് മുന്നോടിയായി സുവിശേഷ പ്രവർത്തനത്തിലൂടെയാണ് സഭ സ്ഥാപിക്കുന്നതെന്നും സുവിശേഷ പ്രവർത്തകരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ട 25 മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാത്തീർന്നത്. ഇന്ന് രാത്രിയിൽ നാം തുടർന്ന് ചിന്തിക്കുന്നത് ദൈവസഭയുടെ ഉത്ഭവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ എഫെസോസ് സഭയുടെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ചാണ് നാം ഇന്ന് രാത്രി ചിന്തിച്ച് എഫെസോസ് സഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലും അതുപോലെ ഈ സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച് ആഗോള സഭയെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. എഫെസോസിലെ സഭാ മൂപ്പന്മാരെ അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൻ്റെ ചുരുക്കം, അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, തിമോത്തിയോസിന് എഫെസോസിലേക്ക് പൗലോസ് എഴുതി അയച്ച 2 ലേഖനങ്ങൾ, എഫെസോസ് സഭയെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, ഇങ്ങനെ 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഗോള ദൈവസഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അത് ഒന്ന് നമ്മൾ പഠിച്ചു പോകുന്നത്, നാം ചിന്തിച്ചു പോകുന്നത് നമുക്കറിയാമെങ്കിലും നാം ഒന്ന് ദൈവസഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നത് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന സ്ഥാനമാണ് ദൈവസഭയ്ക്കുള്ളത്. നമ്മുടെ വീടിനേക്കാൾ, ഭൗതിക ജോലിയേക്കാൾ, എല്ലാത്തേക്കാളും ദൈവസഭയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടാൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി നാം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹഗായിയുടെ പ്രവചനം പറഞ്ഞിരിക്കുന്നത്, അവർ അന്നത്തെ യെരൂശലേം ദേവാലയത്തിൻ്റെ പണി മുടങ്ങിക്കിടന്നപ്പോൾ അവർ സ്വന്തം വീടുകളിലേക്ക് ഓടിയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ സമ്പാദിച്ചാലും ഒന്നും ശേഖരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓട്ട സഞ്ചികളിൽ സമ്പാദിക്കുന്ന പോലെ അത് മുഴുവനും ഒഴുകിപ്പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അവർ എഴുന്നേറ്റ് ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ചുമതല കൊടുത്ത ശേഷമാണ് ദൈവരെ അനുഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ അനുഗ്രഹത്തിൻ്റെ പിൻപിലും പ്രധാനമായിട്ടും ഇരിക്കുന്ന പ്രധാന വിഷയം ദൈവസഭകളുടെ ബന്ധത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരോട് സർവ്വം നൽകാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ രണ്ടാമത്തേതായിട്ടാണ് നമ്മൾ ദൈവസഭയെക്കുറിച്ച് ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് പോലും. എന്നാൽ വാസ്തവത്തിൽ ഹഗായി പ്രവചനം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാനതിലേക്ക് പോകുന്നില്ല, ഓട്ടസഞ്ചിയിൽ സമ്പാദിക്കുന്നത് പോലെ ആയിത്തീരാൻ കാരണം നാം ദൈവിക കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ വ്യക്തിപരമായ ഭൗതിക വിഷയങ്ങളെക്കുറിച്ചും തലമുറകളെക്കുറിച്ചുള്ള പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ദൈവസഭ ശൂന്യമായി കിടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ദൈവമക്കൾക്ക് അനുഗ്രഹം നഷ്ടപ്പെടുന്നതെന്നുള്ളത് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആഗോള ദൈവസഭയെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന 2-3 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുമ്പായി ദൈവസഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വേഗത്തിൽ വേണമെങ്കിൽ 2-3 അധ്യായങ്ങൾ കർത്താവ് പറഞ്ഞ വചനങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ആ വിഷയം പഠിപ്പിച്ച് തീർക്കാമായിരുന്നു. എന്നാൽ സുവിശേഷരായിരിക്കുന്ന ഓരോരുത്തർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ് ചിന്തിച്ചു. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് ദൈവസഭയുള്ള ബന്ധത്തിൽ, ആഗോള സഭയോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതും അതിനെ അടിസ്ഥാനമായിട്ട് നാം എടുക്കുന്നത് എഫെസോസിലെ സഭയെക്കുറിച്ചാണ്. ആ സഭയെക്കുറിച്ചാണ് ഏറ്റവും അധികം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭ എഫെസോസിലെ സഭയാണ്. അതുകൊണ്ട്
ആ സഭയെക്കുറിച്ചുള്ള പഠനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആഗോള സഭയെക്കുറിച്ചുള്ള പഠനം നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് രാത്രിയെ തുടർന്ന് നാം ചിന്തിപ്പാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഇതിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം 41 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനാധാരമായി നാം ചിന്തിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 19-ാം അധ്യായം 41 വരെയുള്ള വാക്യങ്ങളാണ് ഈ എഫെസോസിലെ സഭയുടെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത്. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയുടെ അവസാന പാദത്തിൽ, അഥവാ അദ്ദേഹം ശീലാസും ആയിട്ട് യാത്ര ചെയ്തു. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും തമ്മിൽ അവർ വേർപിരിഞ്ഞു. അന്ത്യോക്യയിൽ നിന്ന് വേർപിരിഞ്ഞ് രണ്ടുപേരും തമ്മിൽ അവിടുന്ന് ഉഗ്രവാദമുണ്ടായി വേർപിരിയുകയും അവിടുന്ന് ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കുപ്പോസ് ദ്വീപിലേക്ക് പോയപ്പോൾ പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ കൃപയിൽ പരമേൽക്ക് വഴി യാത്ര സൊറിയ, കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോകുന്നതെന്നാണ് 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസും ശീലാസും റോമൻ പൗരന്മാരായിരുന്നു. ശീലാസും റോമൻ പൗരത്വമുള്ള വ്യക്തിയായിരുന്നു, പൗലോസും റോമൻ പൗരത്വമുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവരെ ആ ഒരു കാഴ്ചപ്പാടിൽ ദൈവം ഒരുമിച്ചാക്കി. കാരണം തുടർന്നുള്ള സന്ദർഭങ്ങളൊക്കെ റോമൻ പൗരത്വത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അവരെ അടയ്ക്കപ്പെട്ട ശേഷമായി അടിച്ച് കാരാഗ്രഹത്തിലാക്കി, കാരാഗ്രഹ പ്രമാണം രക്ഷിക്കപ്പെട്ട ശേഷമായി അടുത്ത ദിവസം രാവിലെ അവരെ വെളിയിലേക്ക് കൊണ്ടിരുന്ന സമയത്ത് അവരോട് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ വിടുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളെ അങ്ങനെ വിടാൻ കഴിയത്തില്ല എന്നുള്ള പറഞ്ഞ് അവിടെ പൗരത്വം തെളിയിക്കുന്നുണ്ട്. അത് 16-ാം അധ്യായം 35 വാക്യങ്ങൾ. നേരം തുറന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു, ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനെ അവിടെ അറിയിച്ചു. ഞങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവിനെന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ. അപ്പോൾ ഇവിടെ രണ്ടുപേരും റോമൻ പൗരന്മാരായിരുന്നു. പൗലോസും അതുപോലെ തന്നെ ശീലാസും റോമൻ പൗരത്വമുള്ള ആളായിരുന്നു. ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അവർക്കുള്ള പ്രാധാന്യത നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 3 വിധത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ഒന്ന്, ദൈവമക്കൾ എന്നുള്ള പ്രഥമമായ സ്ഥാനം, ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചവരാണ് അപ്പോസ്തലന്മാർ. ഈ പൗലോസും ശീലാസും അടികൊണ്ട് അവർ വേദനപ്പെട്ട രാത്രിയിൽ ആ പാട്ടുപാടി ദൈവസാന്നിധ്യത്തോടെ ഇറങ്ങി അവരാരാണെന്ന് നോക്കിയാൽ അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന വ്യക്തികളിൽ വളരെയധികം പ്രാധാന്യതയുള്ള, വളരെ അധികം വിലയുള്ള 2 പേരായിരുന്നു പൗലോസും ശീലാസും. പൗലോസും ശീലാസും ദൈവമക്കളായിരുന്നു, അപ്പോസ്തലന്മാരായിരുന്നു. ദൈവസഭയുടെ അപ്പോസ്തോലിക പദവിയുള്ളവരായിരുന്നു പൗലോസും ശീലാസും. അതുപോലെ തന്നെ അവർ യഹൂദന്മാരായിരുന്നു. അന്നത്തെ കാലത്തെ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ഒരു യഹൂദ മതത്തിൽപ്പെട്ടവരാണ്. മൂന്നാമത്തെ കാര്യം ഒരു റോമൻ പൗരന്മാരാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അന്നത്തെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സ്ഥാന മഹിമകളും ഉള്ളവരായിരുന്നു ഈ 2 പേരും. അപ്പോൾ അവർ 2 പേരും ഞാൻ പറഞ്ഞ സാധാരണക്കാരായിരുന്നില്ല. അവർ അപ്പോസ്തലന്മാരായിരുന്നു. അത് ദൈവരാജ്യത്തിൻ്റെ ദൈവസഭയുള്ള ബന്ധത്തിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നവരായിരുന്നു. രണ്ടുപേര് മതപരമായിട്ടവർ നോക്കുമ്പോൾ അവരുടെ യഹൂദ മതം അന്നത്തെ ഏറ്റവും ഉന്നതമായ മതമാണ്. റോമാക്കാർ പോലും ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ വളരെയധികം ബഹുമാനത്തോടെ നോക്കിയിരുന്ന മതമാണ് റോമാ മതം. മൂന്നാമത്തെ വിഷയം, അവർ അന്നത്തെ ഏറ്റവും ഉന്നതമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരന്മാരായിരുന്നു. എങ്കിലും ഇവർ അതൊന്നും കാര്യമാക്കാതെയാണ് ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതരായിരുന്നത്. അപ്പോൾ ഇവരെ ഇങ്ങനെ വെളിയിൽ കൊണ്ടിരുന്ന സമയത്ത് ഇവരെ പിടിച്ചു കിട്ടിയപ്പോഴൊന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അടികിട്ടി കാരാഗ്രഹ പ്രമാണി അവിടെ മാനസാന്തരപ്പെട്ടു രക്ഷയിലേക്ക് വന്നതിന് ശേഷം അവരെ പറഞ്ഞു വിടാൻ നേരത്തെ അവർ പറഞ്ഞു, ഞങ്ങൾ റോമൻ പൗരന്മാരാണെന്ന് പറഞ്ഞപ്പോൾ അവർ അവർ ഭയപ്പെട്ടു. ഒരു ന്യായാസ്ഥലത്ത് പുറത്താക്കിയല്ല, അവരെ കോൽക്കാർ വാക്ക് പ്രബോധിപ്പിച്ചാൽ അവർ റോമാ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടു എന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്നു. പട്ടണം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയാന വിട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട ആശ്വസിശേഷം പുറപ്പെട്ട് പോയി. ഇതാണ് അവിടുത്തെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണുന്നത്. പിന്നീട് അവരുടെ യാത്ര ഈ
മടക്കയാത്രയാണ്. പൗലോസിൻ്റെ മിഷണറി രണ്ടാം യാത്രയുടെ മടക്കയാത്രയിൽ തെസ്സലോനിക്കയിൽ വരുന്നു. അവർ അംബിപുലോസിലും അപ്പുലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെയും യഹൂദന്മാർ എവിടെ പോയാലും ഇവരുടെ പിന്നാലെ നടന്ന് അവർക്ക് കലഹമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരെക്കുറിച്ച് ഒരുപക്ഷെ നമുക്കൊക്കെ ഭയങ്കര ബഹുമാനത്തോടെ പറയുമ്പോൾ ഇസ്രായേൽ അല്ലെ യഹൂദന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വായിക്കൂടെ വെള്ളമൊക്കെ വരും. ഭയങ്കര പ്രാധാന്യം. കാരണം ഇസ്രായേൽ എന്നെ നോക്കിയാണ് പല വിശ്വാസം നിൽക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് യഹൂദന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർ ആരായിരുന്നുവെന്ന് ഒന്നാം തെസ്സലോനിക്കയിൽ 2-ാം അധ്യായം 14 വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള യഹൂദിൽ ക്രിസ്തുയേശുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചു തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നതുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഇതാണ് ചരിത്രം. അപ്പോൾ 5 കാര്യങ്ങൾ ഇവർ ചെയ്യുമായിരുന്നു. ഞാൻ അതിന് വിശദീകരണത്തിന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ എല്ലാവരും തളർത്തിരിക്കുന്ന അത്തിയെ നോക്കിയാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട ഒരു അത്തിയെ മാത്രമല്ല നോക്കേണ്ടത്, ദൈവസഭയാണ് നോക്കേണ്ടത്. ഇസ്രായേലിനെ നോക്കിയല്ല പുതിയ നിയമസഭ നിൽക്കേണ്ടത്. പണ്ട് പറഞ്ഞ ഒറ്റ കാര്യം നോക്കിയാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെ നോട്ടം മുഴുവൻ അത്തിയിലോട്ടാണ് നോക്കുന്നത്. എന്നാൽ ക്രിസ്തുയേശു പറഞ്ഞിരിക്കുന്ന സഭയെക്കുറിച്ച് പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചോ ഒന്നും ആരും നോക്കത്തില്ല. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ് മുഴുവൻ പ്രസംഗങ്ങൾ കിടക്കുന്നത്. അതിനെന്ത് സംഭവിക്കുന്നത് അനുസരിച്ചാണ് ലോകാവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു പണ്ട് പറഞ്ഞു പോയ പല്ലവികൾ പറഞ്ഞു പോകാതെ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി ദൈവസഭയെ ഉണർത്തണം, പണിയണം. നാം സാത്താന്യ തന്ത്രങ്ങളെ ജയിച്ച് ജയാളികളായി നിൽക്കണം. അതിനുവേണ്ടിയാ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ യഹൂദന്മാരായിരിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് യഹൂദനായിരിക്കുന്ന പൗലോസ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നതാണ് യഹൂദ അവർക്ക് വേണ്ടി യെരൂശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവസഭയോടുള്ള ബന്ധം സുവിശേഷ ശത്രുക്കളാണ്. അപ്പോൾ അവരെ അല്ല നമ്മൾ നോക്കേണ്ടത് ദൈവസഭയുടെ ദൂതുകളെക്കുറിച്ചാണ് കാര്യമായി പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എവിടെ പോയാലും അവർ രക്ഷിക്കപ്പെടുന്നില്ല. അതുതന്നെയല്ല, ഇവരെവിടെ ചെന്നാലും അവിടെ പിന്നാലെ പോയി കലഹമുണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ കലഹമുണ്ടാക്കിയത്, ജാതികളെക്കാൾ കൂടുതൽ കലഹമുണ്ടാക്കിയത് സ്വജാതിക്കാരായിരിക്കുന്ന യഹൂദന്മാരായിരുന്നു. അന്ന് പൗലോസിൻ്റെ പിന്നാലെ അവർ പല സ്ഥലങ്ങളിലും പിന്നാലെ പോയി. അവർ തെസ്സലോനിക്കയിൽ പ്രശ്നമുണ്ടാക്കി. തുടർന്ന് അവിടുന്ന് ഓടി അടുത്ത സ്ഥലത്തേക്ക് ബെരോവയിലേക്ക് അവരെ പറഞ്ഞയച്ചു. അവിടെയും അനേകർ വിശ്വസിച്ചപ്പോൾ യഹൂദന്മാർ വന്ന് പുരുഷാരത്തെ ഇളക്കി പ്രേരിപ്പിച്ചു. അവിടുന്ന് ശീലാസും തിമോത്തിയോസും അവിടെ ആക്കിയിട്ട് പൗലോസ് അഥേനയിലേക്ക് പോയി. അഥേനയിൽ ചെന്നു. കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പൗലോസിനെ നിർത്തത്തില്ല. തന്നെ എവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചാൽ അവിടെ നിന്നെല്ലാം തൻ്റെ പിന്നാലെ ഇവർ വന്നുകൊണ്ടിരിക്കുക. നോക്കണമേ, എത്രമാത്രം ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പിന്നാലെ പോകുന്നത്. പക്ഷെ അവർക്ക് ആ സുവിശേഷത്തോടും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുമുള്ള എതിർപ്പ് അത് വളരെ ഉണ്ടായിട്ടാണ് ഇവർ പോയി എല്ലാ സ്ഥലങ്ങളിലും പോയി എതിർക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും അവിടെ എല്ലാ എതിർപ്പുമായിട്ട് എത്തുമായിരുന്നു. ഏത് വിധേനയും പൗലോസിനെ ഇല്ലാതാക്കണം, ശുശ്രൂഷ ഇല്ലാതാക്കണം, സുവിശേഷത്തിൻ്റെ അതിരിനെ അടയ്ക്കണം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും പിന്നാലെ പോകാൻ കാരണം പൗലോസിനെ ദൈവം ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ ഇവരെ പിന്നാലെ ദൈവം വിട്ടത്. അതുകൊണ്ട് താനോടൊന്നും സ്വസ്ഥമായിട്ട് നിൽക്കാൻ ഇടയായില്ല. താൻ പോയി പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജാതികൾ കൂട്ടത്തോടെ രക്ഷപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയാത്തിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഒരു സ്ഥലത്ത് പോലും തമ്പടിച്ച് നിൽക്കാതെ പൗലോസിനെ ദൈവം ആത്മാവിൽ പല സ്ഥലങ്ങളിലേക്ക് ഓടിച്ചുവിടാനുള്ള ചില മാധ്യമങ്ങളായിരുന്നു ഈ യഹൂദന്മാരുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ അവിടുത്തെ പ്രസംഗം, അരയോപകുന്നിൽ നിന്നുള്ള പൗലോസിൻ്റെ പ്രസംഗം, അതിനുശേഷമായി അവർ ഈ പൗലോസ് അഥേന വിട്ട് കൊരിന്തിലേക്ക് വന്നു. 18-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവർ കൊരിന്തിലേക്ക് വന്നു. പൗലോസും ശീലാസും തിമോത്തിയോസും കൂടി കൊരിന്തിലേക്ക് വന്നു. ഇവർ കൊരിന്തിയിൽ വരുമ്പോൾ അവിടെ റോമ നഗരം വിട്ട്
പോകണമെന്നുള്ള ക്ലൗദോസിൻ്റെ കൽപ്പന മുഖാന്തരമായി അവിടുന്ന് ഇറ്റലിയിൽ നിന്ന് പൊന്തോസുകാരനായിരിക്കുന്ന അക്വിലാസ് എന്നൊരു പേരുള്ള ഒരു മനുഷ്യൻ, യഹൂദൻ, അവനും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും അവർ ഈ ഇറ്റലിയിൽ നിന്ന് വിട്ട് അവർ കൊരിന്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഈ കൊരിന്തിൽ വന്നപ്പോൾ പൗലോസ് വന്ന തൻ്റെ ശുശ്രൂഷ സുവിശേഷീകരണമാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇവരോട് കൂടെ ചേർന്ന് കൂടാര വേല ചെയ്ത് ഒന്നിച്ച് പാർത്തു എന്നാണ് അവിടെ 18-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോകുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അധികം താമസിയാതെ പൗലോസിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സഹവാസം മുഖാന്തരമായി ഈ അക്വിലാസും പ്രിസ്കില്ലയും അവർ രണ്ടുപേരും ദൈവഭാഗത്തേക്ക് വരികയും പൗലോസിനോടൊപ്പം കൂടാര പണി ചെയ്തിരുന്നവർ ആത്മീയ സഭയുടെ അല്ലെങ്കിൽ ആത്മീയ കൂടാരപ്പണിക്കാരായി വേഗത്തിൽ അവർ മാറ്റപ്പെടുവാനിടയായിട്ട് വന്നു. പൗലോസ് അവിടെ ജോലി ചെയ്തതും വേല ചെയ്തതും ദൈവനെ കൊണ്ടുവന്നൊക്കെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളാണ്. അപ്പോൾ ഈ റോമ നഗരത്തിൽ നിന്ന് ഇവരെ അവിടെ നിന്ന് പറിച്ച് ദൈവം വിട്ടതിനെക്കുറിച്ച് കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഒരാളെ ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടും. ചിലരെ കേരളത്തിൽ വെച്ച് പിടിക്കാൻ കഴിയത്തില്ല, ദൈവം അവരെ സൗദിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഒരാളെ പറിച്ചിടുമ്പോൾ അതിന് പുറകിൽ ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇവിടെ ചിലപ്പം കിട്ടത്തില്ല, അവരെ വേറെ ഏതെങ്കിലും രാജ്യത്തോ സംസ്ഥാനത്തോ കൊണ്ടിട്ടുമ്പോഴാണ് അവരെ അവിടെ വെച്ചാണ് ദൈവം പിടിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഈ പ്രിസ്കില്ലയും അക്വിലാസിനെയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഇവരെ എഫെസോസിലെ സഭയുടെ തുടക്കക്കാരാക്കി തീർക്കണമെന്നും ദൈവമായ കഥ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടുന്ന് പൗലോസിനെയും കൂട്ടരെയും ആസിയിൽ പ്രസംഗിക്കാതെ വിട്ടത്. അപ്പോൾ 16-ാം അധ്യായം 6-ാം വാക്യം കാണുമ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധ വിലക്കിയാൽ ഫ്രൂഗിയിലും ഗലാത്യ കൂടി സഞ്ചരിച്ച് മൂസിയിലെത്തി ബെഥനിക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവ് വരെ സമ്മതിച്ച് അവർ മൂസ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് മക്കദോനിയയിലേക്ക് പോയി. മക്കദോനിയയിൽ നിന്ന് അവർ തെസ്സലോനിക്ക വഴി ബരോവ, അവിടെ നിന്ന് അഥേനയിൽ നിന്ന് ഈ പറയുന്ന കൊരിന്തിൽ വന്നു. കൊരിന്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ സമയമായിരുന്നു. ദൈവത്തിൻ്റെ സമയത്താണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതൊക്കെ യാദൃശ്യമായിട്ടല്ല, ദൈവം എല്ലാം നന്നായി ചെയ്ത ദൈവമാണ്. അപ്പോൾ ഈ കുടുംബം ഇവിടെ വരണം. പൗലോസിന് അന്ന് വിശ്വസ്തമായിരിക്കുന്നൊരു കുടുംബത്തെ ആസിയിലെ പ്രവർത്തനത്തിന് ആവശ്യമായിരുന്നു. അതേക്കുറിച്ച് നമുക്ക് കാണുമ്പോൾ ഇവരാരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ പൗലോസ് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ശക്തമായിരിക്കുന്ന ഒരു പിന്തുണയില്ലാതെ അവിടുത്തെ വേല ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ദൈവത്തെ അറിയാൻ വിശ്വസ്തന്മാർ വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബത്തോട് കൂടെ വേല ചെയ്യുവാൻ ദൈവം അവിടെ സമയം നോക്കിയിരുന്നു. ദൈവത്തിന് സമയമായപ്പോഴാണ് കൊരിന്തിൽ വന്ന് ഈ പറയുന്ന 1.5 വർഷം അവരവിടെ താമസിച്ച ശേഷമായി അവിടുന്ന് പൗലോസ് അവിടുന്ന് യെരുശലേമിലേക്ക് അന്ത്യോക്യ വഴി യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി 2-ാം മിഷണറി യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പായി പൗലോസ് പോകുമ്പോൾ അവൻ്റെ കൂട്ടത്തിൽ പോയവരാണ് അക്വിലാസും പ്രിസ്കില്ലയും. അവർ അവനോട് കൂടെ പോകാനായിട്ട് ഇടയാത്തിരുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് വന്നെങ്കിലും ഈ പറയുന്ന യാത്ര അവർ ക്രംകയിൽ വെച്ച് ശൗര്യം ചെയ്യിപ്പിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫെസോസിലെത്തി. സുറിയയിലേക്ക് പോകാനാണ് വന്നത്, എഫെസോസിലെത്തി എന്നാണ് 18-ാം അധ്യായം അതിൻ്റെ 18 വാക്യം പറയുന്നത്. ഇവരാരായിരുന്നു എന്ന് നോക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 19-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 4 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവെയും വന്ദനം ചെയ്യുകയും അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളിലും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുകയും എന്ന് പറഞ്ഞിരിക്കുന്നത് ആസിയിലെ സഭയുടെ തുടക്കത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആസിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ആസിയിലെ വന്ന എഫെസോസിലെത്തിയ പൗലോസും അക്വിലാസും പ്രിസ്കില്ലയും കൂടി എത്തിയപ്പോൾ ഇവരൊരു വീട് അവിടെ എടുത്തു. അവർ വീട് എടുത്തതിനെക്കുറിച്ചാണ് അവിടെ നമുക്ക് റോമർക്കെഴുതിയ 16-ാം അധ്യായത്തിൽ കാണുന്ന ആസിയിൽ ക്രിസ്തുവിന് അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുകയും 16-ാം അധ്യായം 5-ാം വാക്യം. ഇവർ വന്നപ്പോൾ തന്നെ ഈ പൗലോസിൻ്റെ കൂട്ടുവേലക്കാരായി മാറി. ഇവർ കൂടാരവേലക്കായിരുന്നു ആദ്യം. അത് അതിൽ നിന്ന് മാറിയിട്ട് ഇവർ പൗലോസിൻ്റെ കൂടെ
കൂട്ടുവേലക്കാരായി, സുവിശേഷത്തിന് കൂട്ടുവേലക്കാരായി തീർന്നു. അങ്ങനെ അവർ വന്നപ്പോൾ ഈ എഫെസോസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ഇവരൊരു വീടെടുത്ത് അവിടെ ദൈവസഭയ്ക്ക് ആരംഭമിട്ടതാണ് എഫെസോസ് സഭയുടെ തുടക്കം. അവിടെയാണ് തുടങ്ങുന്നത്. എഫെസോസിലെ സഭ ആരംഭിക്കുന്നത് ഹോം ചർച്ചാണ്, വീട്ടിലെ സഭയാണ്. അത് തുടങ്ങിയത് കൊരിന്തിൽ നിന്ന്, അഥവാ ഇറ്റലിയിൽ നിന്ന് പരദേശിയായിട്ട് വന്ന്, പ്രവാസിയായിട്ട് വന്ന് കൊരിന്തിൽ താമസിച്ചവർ 1.5 വർഷം അവിടെ ആയപ്പോൾ പൗലോസുമായുള്ള കൂട്ടുമുഖാന്തരമായി അവരുടെ സാധാരണമായിട്ടുള്ള ഉപജീവന ജോലിയൊക്കെ വിട്ടിട്ട് സുവിശേഷത്തിന് കൂട്ടുവേലക്കാരായി പൗലോസിനോട് സുറിയയിലേക്ക് യാത്ര ചെയ്തു. അവർ വന്നപ്പോൾ എഫെസോസിലെ ദൈവവേലയ്ക്കുള്ള സമയമായപ്പോൾ ദൈവമുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അവർക്ക് കൊടുത്ത ഭവനത്തിലാണ് ഈ എഫെസോസിലെ സഭ ആരംഭമിട്ടതെന്നാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളും റോമർക്കെഴുതിയ ലേഖനം കൂടെ വായിക്കുമ്പോൾ നമുക്ക് താരതമ്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ അവിടുത്തെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ആസിയയിൽ രക്ഷയുടെ ഭാഗത്തേക്ക് വന്നത് എഫെനത്തോസ് ആയിരുന്നു. അതിൻ്റെ 16-ാമത്തെ 5-ാം വാക്യം, ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എഫെനത്തോസിനെ വന്ദനം ചെല്ലുവിൻ. അപ്പോൾ ആസിയിലെ വേലയിലെ ആദ്യഫലമായി തീർന്നത് എഫെനത്തോസ് എന്ന വ്യക്തിയായിരുന്നു. അപ്പം അത് നമുക്ക് കാണാൻ സാറാണ് അവിടുത്തെ ആദ്യഫലം. അപ്പം അവിടെ സുവിശേഷം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് വിലക്കി അവരെ വിട്ടിട്ട് ഈ അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിൽ ഒരു ആരാധന തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ആസിയിൽ നിന്ന് ദൈവഭാഗത്തേക്ക് വന്ന വ്യക്തിയുടെ പേരാണ് എഫെനത്തോസ്. അപ്പം അദ്ദേഹം പൗലോസ് മുഖാന്തരമായി വിശ്വാസത്തിൽ വന്നവൻ, അതുകൊണ്ടാണ് എനിക്ക് പ്രിയനായിരിക്കുന്നത് പറയുന്നത്. അങ്ങനെ അവിടെ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ വളർച്ച പ്രായപ്പാട്ടിടയാത്തതാണ് എൻ്റെ തുടക്കം എന്നുള്ളത് കാണാം. അപ്പോൾ ആസിയ എന്ന് പറയുമ്പോൾ ഏഷ്യയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഏഷ്യയിലെ ഒന്നാമത്തെ വിശ്വാസിയല്ല എഫെനത്തോസ്, അങ്ങനെ ചിന്തിക്കരുത്. ഏഷ്യ മൈനറിലെയാണ്. അപ്പോൾ ഇവിടെ അന്നത്തെ കാലത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ പറയുമ്പോൾ ഏഷ്യ മൈനർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ തുർക്കിയാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഏഷ്യയിലെ ഒന്നാമത്തെ വിശ്വാസിയാണ് എഫെനത്തോസ് എന്ന് ചിന്തിക്കരുത്. ആസിയ എന്ന് പറയുമ്പോൾ ഏഷ്യയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആസിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏഷ്യ മൈനറാണ്, അല്ല ഏഷ്യൻ ഭൂഖണ്ഡമല്ല. കാരണം യെരുശലേമൊക്കെ ഉൾപ്പെടുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. നമ്മളിപ്പം ഏഷ്യയിലെ ഒന്നാമത്തെ വിശ്വാസിയാണ് എഫെനത്തോസ് എന്ന് പറയാൻ പറ്റത്തില്ല. പേരുകൊണ്ട് അതാണെന്ന് പറഞ്ഞാലും ഏഷ്യൻ ഭൂഖണ്ഡമല്ല, ആസിയ എന്ന് ഇവിടെ പൗലോസ് യാത്രയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആസിയയിലുള്ള 7 സഭ എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള എന്ന് പറയുമ്പോൾ യൂറോപ്പിനെയും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഏഷ്യ മൈനർ എന്നുള്ള പ്രദേശം. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഏഷ്യയിലെ ഒന്നാമത്തെ ആദ്യഫലമല്ല. കാരണം ആദ്യഫലമായിരിക്കും ക്രിസ്തുവിന് വന്നത് പൗലോസാണ്. ഒന്നാമതായി സഭയുടെ ആദ്യഫലമായി തീർന്നത് അപ്പോസ്തലനായ പത്രോസാണ് ഒന്നാമത്തെ വ്യക്തി. ഈ ലോകത്തിൽ ആദ്യമായി സുവിശേഷ മുഖാന്തരം ക്രിസ്തീയ സഭയുടെ ഒന്നാം കല്ലായി തീർന്നത് പത്രോസാണ്. എന്നാൽ ആസിയയിലെ ഈ പറയുന്ന ദേശത്ത് ആദ്യഫലമായി തീർന്നത് ഏഷ്യ മൈനറിലെ തുർക്കിയിലെ ആദ്യ ഫലമായി തീർന്ന എഫെനത്തോസാണ്. ഇവിടെ ആസിയ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അന്ത്യോക്യ, കപ്പദോക്യ, പൊന്തോസ്, ഗലാത്യ, ബെദൂനിയ, ആസിയ, മക്കദോനിയ, അഖായ, ഇങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ ഏഷ്യ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഈ ബെദൂനിയ, പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, അങ്ങനെയുള്ള സിറിയ ദേശങ്ങളൊക്കെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പെടുന്നതും ഏഷ്യൻ ഭൂഖണ്ഡത്തിനും യൂറോപ്പിനും ഇടയിൽ അഖായ, മക്കദോനിയ, ഈ പറഞ്ഞ ഫിലിപ്പിയ ദേശങ്ങളൊക്കെ ഇവിടെ യൂറോപ്പിനുള്ള ബന്ധത്തിലുള്ള സ്ഥലങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് ഈ 7 സഭകളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന എഫെസോസിലെ സഭ. അത് ഏഷ്യ മൈനറിൽ ഉൾപ്പെടുന്ന പ്രദേശമാകുന്നു. ഈ എഫെസോസ് സഭയുടെ ചരിത്രം നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. അവിടുത്തെ ശുശ്രൂഷക്കാരായിരുന്നത് അക്വിലാസിൻ്റെ വീട്ടിൽ അക്വിലാസും പ്രിസ്കില്ലയുമായിരുന്നു അവിടുത്തെ വേലയ്ക്ക് നിന്ന കൂട്ടുവേലക്കാർ. അവിടെ ആദ്യമായി വിശ്വാസത്തിൽ വന്ന വ്യക്തി എഫെനത്തോസ് ആയിരുന്നു. ഇതാണ് സഭയുടെ തുടക്കം. അങ്ങനെ യഹൂദന്മാരെ സമ്മതിക്കാതെ വന്നപ്പോൾ സംഭാഷിച്ചു. അവിടെ കുറേ കാലം താമസിക്കണം പറഞ്ഞപ്പോൾ പൗലോസ് അവിടെ നിന്നില്ല, അവൻ മടങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ പൗലോസ് അവിടുന്ന് അധികം ദിവസം നിൽക്കാതെ അവിടുന്ന് യാത്ര ചെയ്തു. അവിടെ നിൽക്കാതെ യാത്ര ചെയ്തതിന് കാരണമുണ്ട്. ഇവൻ കൈസരി വന്നിറങ്ങി യെരുശലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്തു. അവൻ അവിടുന്ന് മടങ്ങി കൈസരിയിൽ വന്നിട്ട് അവിടുന്ന് യെരുശലേമിലെത്തി അന്ത്യോക്യയിൽ പോയി
അവിടെ കുറേ നാൾ സംശയം പുറപ്പെട്ട് കർമ്മത്താൽ ഗലാത്യദേശം പ്രകൃതിദേശത്തിന് ശേഷം ശിഷ്യന്മാരേക്ക് ഉറപ്പിച്ചു. അപ്പം ഇങ്ങനെ അന്ത്യയിലെത്തി അവൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര അവസാനിപ്പിച്ചു. മൂന്നാമതുള്ള യാത്രകളുടെ ബന്ധത്തിൽ പൗലോസ് വീണ്ടും യാത്ര തിരിക്കുന്നതാണ് ഈ അതിൻ്റെ 24 വാക്യങ്ങൾ പറയുന്നത്. പൗലോസ് അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ, അവിടെ നിന്ന് പോരുമ്പോൾ അലക്സാന്ദ്രിയക്കാരനായി വാഗ്ഭയമുള്ള തിരുവഴുത്തിലെ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. ഇവിടെ പൗലോസ് യാത്ര തിരിച്ച് അദ്ദേഹം യെരൂശലേമിലെത്തി വീണ്ടും യാത്ര ചെയ്ത് ഗലാത്യദേശത്തിലും ഫ്രൂഗിയയിലും കൂടി സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ശിഷ്യഗണത്തിലാക്കി അവരെ ഉറപ്പിച്ചു പോന്നിട്ട് മൂന്നാമത്തെ മിഷൻ യാത്രയ്ക്ക് പൗലോസ് തുടക്കം വിട്ടപ്പോൾ അപ്പൊല്ലോസ് എന്ന വ്യക്തി ഇവിടെ എഫെസോസിലെത്തുവാനായിട്ട് തോന്നുന്നു. അപ്പൊല്ലോസിനെ കുറിച്ച് പറയാൻ കാരണം അത് അലക്സാന്ദ്രിയക്കാരനാണ്. അലക്സാണ്ടർ എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന അലക്സാന്ദ്രിയ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചുരുക്കമായി ചിന്തിക്കുന്ന എഫെസോസിലെത്തിയ ആൾക്കാരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏതെങ്കിലും പ്രസംഗം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശം കേട്ടുകൊണ്ട് അവരെല്ലാം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് അവരെല്ലാം നമ്മൾ അംഗീകരിക്കാറുണ്ട്. ഇന്നത്തെ ദൈവസഭയ്ക്ക് പറ്റിയ കുഴപ്പം അതാണ്. നന്നായി പ്രസംഗിക്കുന്ന ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ സ്ഥാനപ്പെട്ടതാണോ അഭിഷേകം പ്രാപിച്ചാണോ എന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും ഷെയർ ചെയ്യാൻ തുടങ്ങും. മെസ്സേജ് നല്ലതാണ്, ഷെയർ ചെയ്യും. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, മെസ്സേജ് ആർക്കും പറയാം, ആർക്കും നല്ല പാട്ട് പാടാം, ആർക്കും പലതും പറയാം. പക്ഷേ അടിസ്ഥാനപരമായ ദൈവിക ഉപദേശം ഇല്ലാത്തൊരു വ്യക്തി എന്ത് പറഞ്ഞാൽ അതിന് പിന്നാലെ കൂടരുത്. അത് വളരെ മനസ്സിലാക്കേണ്ടതാണ്. ദൈവസഭയുടെ ദൂത് ഞാൻ പറയുമ്പോൾ ഇത് അപ്പൊല്ലോസിനെ എടുത്ത് പഠിപ്പിക്കാൻ കാരണം അതാണ്. എഫെസോസിലെത്തിയപ്പോൾ ഇദ്ദേഹം വളരെയധികം നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നന്നായ രീതിയിൽ സംസാരിക്കുന്നവനായിരുന്നു. വാക്വൈവമുള്ള തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ളവനായ അപ്പൊല്ലോസ് ഇവൻ എഫെസോസിലെത്തി അവൻ ആത്മാവെരിവുള്ളവനായ കർത്താവിൻ്റെ മാർഗത്തിൽ വളരെ ശക്തമായി പ്രസംഗിക്കുന്നതായിരുന്നു. ഉണ്ടോ, ശക്തമായി നന്നായി പ്രസംഗിക്കുമായിരുന്നു. നല്ല വാക്വൈഭവമുള്ള പൗലോസ് സംസാരിച്ചതിനേക്കാൾ വളരെ ശക്തിയോടെ സംസാരിച്ചപ്പോൾ ഈ പ്രസംഗത്തിൽ എല്ലാവരും അങ്ങ് പലപ്പോഴും വീണു പോകും. ഞങ്ങളോട് തപ്പിത്തടഞ്ഞ് ഒക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ വചനത്തിന് സത്യമാണെങ്കിൽ അതാണ് നമുക്ക് ആവശ്യം. അടിസ്ഥാന ഉപദേശമാണ്, അല്ലാതെ വാക്ചാതുര്യത്തോടുകൂടി പ്രസംഗിക്കുന്നതല്ല കാര്യമിരിക്കുന്നത്. അതല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കണം. ആരാണ് ഇത് പ്രസംഗിക്കുന്ന ആൾ, ഇദ്ദേഹം ദൈവസഭയുടെ അംഗമാണോ എന്ന് മനസ്സിലാക്കിയിട്ടേ നമ്മളതിനെ ചെവി കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനത് ഇന്ന് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട്, കാരണം ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ഈവൻ വേർപെട്ട് പോകുന്ന പ്രസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ പ്രസംഗിച്ചാൽ പോലും അതുവരെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെന്നുള്ളത്. പിന്നെ എന്തിനാണ് വേർപെട്ട് പോകുന്നത്? അവിടെ നമ്മളൊക്കെ അവിടെ വിട്ടുപോകുന്നത്. അവരൊക്കെ ഇപ്പം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ദൈവമക്കൾ പ്രസംഗിക്കുന്ന കേട്ട് പഠിക്കുന്ന, അല്ലാതെ ബൈബിൾ പഠിച്ചിട്ടൊന്നും കിട്ടിയതല്ല. അവർ അന്യഭാഷ പറയുന്നുണ്ട്. അവർക്കൊന്നും അഭിഷേകം ലഭിച്ചത് രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്ഥാനപ്പെടാതെ ഒറ്റ ഗതിക്ക് പോലും ദൈവത്തിന് അഭിഷേകം കിട്ടത്തില്ല. ഈ സഭയെക്കുറിച്ച് പഠിക്കുന്നവർ മനസ്സിലാകണം. അപ്പം പ്രവചിക്കുന്നതുകൊണ്ടോ അന്യഭാഷ പറയുന്നതുകൊണ്ടോ പ്രസംഗിക്കുന്നതുകൊണ്ടോ പാടുന്നത് കൊണ്ടോ ഒന്നും ആരും അതിൻ്റെ പിന്നാലെ പോകരുത്. ഒക്കെ അവർ പറഞ്ഞോട്ടെ, നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പിന്നാലെ അല്ല പോകേണ്ടത്. സത്യവചനത്തിന് അടിസ്ഥാന ഉപദേശം അടിസ്ഥാനങ്ങളെ മറിച്ചു കളയാൻ വേണ്ടി ശത്രു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഇവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന അവരുടെ പ്രശ്നം കേൾക്കാനാണ് പോകുന്നെങ്കിൽ ഈ സ്ഥാനപ്പെട്ട പിന്നെ എന്തിനാണ് നമ്മൾ? ഇപ്പം വിശ്വാസസ്നാനമേറ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്ഥാനപ്പെട്ട് നമുക്ക് വളരെ കഷ്ടപ്പെട്ടും കരഞ്ഞു ഊതിച്ചും പ്രാർത്ഥിച്ചും അഭിഷേകം ലഭിച്ചതെങ്കിൽ, ഇതൊന്നും ഇല്ലാത്തവർക്ക് അഭിഷേകം കൊടുത്തെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ ഇത്രയും കഷ്ടം സഹിച്ച് സ്ഥാനപ്പെട്ട് എന്തിനാ വേർപെട്ട് പോകുന്നത്? അതുകൊണ്ട് ചതിക്കപ്പെടാൻ പാടില്ല, വഞ്ചിക്കപ്പെടാൻ പാടില്ല. എപ്പോഴും വളരെ ഗൗരവതയോടെ ചിന്തി. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭയെക്കുറിച്ച് നന്നായി പഠിക്കണം, മനസ്സിലാകണം. നമ്മൾ ഇറങ്ങിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കി ആര് നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ എന്ത് നല്ല കാര്യം പറഞ്ഞാൽ ഞാനതിനെ കേൾക്കും, ഞാൻ അംഗീകരിക്കും, മനസ്സിലാക്കും. പക്ഷെ അവിടെ പിന്നാലെ പോകത്തില്ല. ഞാൻ ആന് നല്ല കാര്യം പറഞ്ഞാലും ഞാൻ അതിനെ ശ്രമിക്കും, അതിനെ അംഗീകരിക്കും. അതിനെ വേണ്ടതാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉപദേശപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വിട്ടുപോകുന്നതിൽ പോലും പലരും ഇന്ന് അതിൻ്റെ പിന്നാലെ പോയി കൂടിക്കുഴഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തനിമയും വീര്യവും നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് ഈ അപ്പൊല്ലോസിനെ കുറിച്ച് ഇന്നത്തെ കാലത്ത് അപ്പൊല്ലോസ് അവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗ സുവിശേഷ കൺവെൻഷനുകളിൽ പ്രസംഗം അദ്ദേഹം അപ്പൊല്ലോസായിരിക്കും പ്രധാനമായിട്ട് പ്രസംഗിക്കുന്നത്. ഇവർ ഈ പൗലോസ് അവിടുന്ന് പോയ സമയത്ത് അപ്പൊല്ലോസിനെ അവിടെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഏതായാലും ഇവൻ ആത്മാവിൽ എരിവുള്ളവനായതുകൊണ്ട് കർത്താവിൻ്റെ മാർഗ്ഗത്തിൽ വളരെ ശക്തമായി പ്രസംഗിക്കുന്നതായിരുന്നെങ്കിലും സ്നാനം ശരിയായിരുന്നില്ല. സ്നാനം ശരിയല്ലായിരുന്നു. നിങ്ങൾ വായിച്ചാൽ മതി.
അപ്പം അവിടെ രേഖപ്പെടുത്തില്ല അവൻ്റെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ അവനെ യോഗൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ മാത്രം ഉള്ളായിരുന്നു. ഇവൻ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സ്നാനപ്പെട്ടതോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ, പക്ഷേ എന്നാൽ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തണം എന്നുള്ള കമ്മീഷൻ ചെയ്തതിനെക്കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിയാവുന്നവർ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കുറച്ചുള്ള അറിവോടുകൂടി പലരും ചെയ്യുമ്പോൾ ആ മറിച്ചിടാത്ത ദോശ പോലെയാണത്. മറിച്ചിടാത്ത ദോശ പോലെയാണ്. കാരണം എല്ലാമുണ്ട്, അരിയുമുണ്ട്, ഉഴുന്നുമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് അനേകർ ക്രിസ്തീയ മാർഗത്തിൽ ഉള്ളവർ അവർ വാസ്തവത്തിൽ മറിച്ചിടാത്ത ദോശകളാണ്. കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട്. സങ്കീർത്തനമുണ്ട്, സുവിശേഷമുണ്ട്, പ്രവചനമുണ്ട്, എല്ലാവരും എടുക്കാനുണ്ട്. പക്ഷേ വേണ്ട വിധത്തിൽ ഒന്നും മറിച്ചിട്ടിട്ടില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല, പ്രയോജനമില്ല. അപ്പം അങ്ങനെയുള്ള അവർക്ക് വർധനവുണ്ടാകും. മറിച്ചിടാത്ത ദോശ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എബ്രഹിമിനെക്കുറിച്ചാണ് പറയുന്നത്. എബ്രഹിം എന്ന് പറഞ്ഞാൽ വർധനം എന്നതിൻ്റെ അർത്ഥം. കോശപ്രവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് മറിച്ചിടാത്ത ദോശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എബ്രഹിം വർധനവാണ്. ആൾക്കാരെ കൂട്ടാം, മറിച്ചിടാതിരുന്നാൽ മതി. അകവും പുറവും വേടൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ മതി. നോക്കിയാൽ ദോശയുടെ എല്ലാം ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, ഇല്ലേ? എല്ലാം ഉണ്ട്. അരിയുണ്ട്, ഉഴുന്നുണ്ട്, എല്ലാം ഉണ്ട്. മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ ദോശയ്ക്ക് എന്തെല്ലാം ഉണ്ട്, അതിൻ്റെ ആവശ്യമെല്ലാം ഉണ്ട്. സ്റ്റവ് കത്തിച്ചിട്ടുമുണ്ട്, പാത്രം വെച്ച് ദോശക്കല്ല് വെച്ച് ദോശ ഇടുന്നുണ്ട്, പക്ഷേ മറിച്ചിടത്തില്ല, പൂർണ്ണതയല്ല. അപ്പം അങ്ങനെ അപൂർണമായിരിക്കുന്ന സുവിശേഷീകരണവും അപൂർണമായിരിക്കുന്ന പ്രവർത്തകരെയും മനസ്സിലാക്കണം. ഇവിടെ യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് മാത്രം അറിവുള്ളവനായിരുന്ന ഈ അപ്പൊല്ലോസിനെ കണ്ടപ്പോൾ പൗലോസിൻ്റെ കൈക്കീഴിൽ പഠിച്ചു വന്ന, പൗലോസിൽ നിന്ന് മനസ്സിലാക്കിയ ദൈവിക ഉപദേശ അടിസ്ഥാനം പൗലോസ് വളരെ ശക്തമായി പഠിപ്പിച്ച് എങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസി എന്നുള്ളതിനെക്കുറിച്ച്, ആരായിരിക്കണം ഒരു വേലക്കാരൻ, ആരായിരിക്കണം സുവിശേഷൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവനെ കണ്ടപ്പോൾ അവൻ്റെ ആത്മാവിനെ കണ്ട് പൗലോസിൻ്റെ കൂട്ടുവേലക്കാരെ അക്വിലാസും പ്രിസ്കില്ലയും അവനെ ചേർത്തുകൊണ്ട് കർത്താവിൻ്റെ മാർഗത്തെ അധികം സ്പഷ്ടമായി പഠിപ്പിച്ചു കൊടുത്തു. തെളിയിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അന്ന് വരെ അപ്പൊല്ലോസിൻ്റെ ശുശ്രൂഷയാൽ വിശ്വാസം വന്നവർ യോഹന്നാന് മാനസാന്തര സ്നാനം മാത്രം ഏറ്റുന്നവരായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇത് തെളിയിച്ചു കൊടുത്തപ്പോൾ അവൻ ക്രിസ്ത്യ മാർഗത്തിൻ്റെ വ്യക്തത ലഭിച്ച അപ്പൊല്ലോസ് അവൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കീഴ്പ്പെട്ടു. പക്ഷേ അന്നത്തെ അപ്പൊല്ലോസ് ഇന്നത്തെ അപ്പൊല്ലോസ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊല്ലോസിനെ പോലെ ജ്ഞാനത്തോടെ വളരെ ശക്തമായി ദൈവം പ്രസംഗിക്കുന്ന എല്ലാവരും അടിസ്ഥാനപരമായി ഉപദേശം നിലനിൽക്കുന്നവരാകണമെന്നില്ല. അപ്പൊല്ലോസ് ശരിയായ സ്നാനമേറ്റവനോ അഭിഷേകം പ്രാപിച്ചവനോ ആയിരുന്നില്ല, എന്നെങ്കിലും ശക്തമായി വചനം പ്രസംഗിക്കുന്നതായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ വചനം പ്രസംഗിക്കാൻ ആത്മാവിൻ്റെ എരിവോടെ പ്രസംഗിക്കാം, പക്ഷേ അടിസ്ഥാനപരമായി ഉപദേശം നിലനിൽക്കുന്നവനായിരുന്നില്ല. അപ്പം അവരെ നേരെയാക്കാൻ വേണ്ടി പൗലോസിൻ്റെ കൂട്ടുവേലക്കാരായ അക്വിലാസും പ്രിസ്കില്ലയും കൂടി ഇവരെ ഉപദേശിച്ചപ്പോൾ അവനത് കൈക്കൊണ്ടു. മാർക്കും മനസ്സിലാക്കി, ഇതാണ് ശരിയെന്നുള്ളത് മനസ്സിലായി. യേശു പഠിപ്പിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം അവൻ കൈക്കൊണ്ടിട്ടാണ് പിന്നീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയത്. ഇവിടെ എഴുതിയിട്ടില്ല, എങ്കിലും തെളിയിച്ചു കൊടുത്തപ്പോൾ എതിര് പറഞ്ഞില്ല. അപ്പോൾ ഇവനെ അവരവിടുന്ന് കൊരിന്തിലേക്ക് അയക്കുമ്പോൾ എന്തായാലും ഇവൻ യഥാർത്ഥമായിട്ടുള്ളൊരു ശിഷ്യനായിട്ടാണ് ഇവൻ അവിടുന്ന് അങ്ങോട്ട് പോയത്. ഇങ്ങനെയാണ് അവിടുന്ന് പോയത്. അപ്പോൾ ഈ കാലഘട്ടത്തിലും അപ്പൊല്ലോസിനെ പോലുള്ള അനേകരെ കാണാൻ നമുക്ക് സാധിക്കും. ഒരുപാട് പേർ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരുപാട് പേർ, എനിക്കറിയാമല്ലോ, എന്നെക്കാലമൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രസംഗിക്കുന്ന നിരവധി മറ്റുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല വാക്ചാതുര്യമുള്ള, നല്ല രീതിയിൽ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന അനേകരുണ്ട്, അനേക പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ അന്നത്തെ അപ്പൊല്ലോസും ഇന്നത്തെ അപ്പൊല്ലോസന്മാരും നമ്മൾ പ്രധാന വ്യത്യാസം പറഞ്ഞാൽ അക്വിലാസും പ്രിസ്കില്ലയും ക്രിസ്തുവിൻ്റെ മാർഗത്തെ അവനെ സ്പഷ്ടമായി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ അത് അംഗീകരിച്ചു. പക്ഷേ ഇന്നുള്ള അപ്പൊല്ലോസുമാർ സമ്മതിക്കത്തില്ല. അവർ രക്ഷിക്കപ്പെടുത്തുമില്ല, വിശ്വാസാനും ഏർക്കത്തുമില്ല, ചെയ്യാൻ അതിനവർ കീഴ്പ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇങ്ങനെയുള്ള അപ്പൊല്ലോസുമാരെ പോലുള്ളവരുണ്ടെങ്കിൽ അവരെ നാം സത്യമായി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരുടെ യഥാർത്ഥമായ സ്വഭാവം വെളിപ്പെടും. അപ്പോൾ നമ്മൾ പറയുക, ശരിയല്ല, നിങ്ങൾ ശരിയായിട്ടുള്ള അടിസ്ഥാനത്തിലല്ല നിൽക്കുന്ന പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാകും ഇവരുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാര് പ്രസംഗിക്കുന്നു, എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അവരുടെ മെസ്സേജുകൾക്ക് വേണ്ടി നാം
പുറകെ പോകാനായിട്ട്. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. അല്ലാതെ എനിക്കിതിനകത്ത് ആരോടൊരു വൈരാഗ്യമോ ഒരു മത്സരമോ അസൂയോ ഒന്നും ഉണ്ടായിട്ടല്ല പറയുന്നത്. നമ്മൾ വിശ്വാസാനം ഏറ്റിരിക്കുന്നതിൻ്റെ വിലയും നിലയും ഒന്നും അത് ചെറുതായി കളയാൻ പാടില്ല. പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. ദൈവസഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളെ വിട്ട് കളിച്ചുള്ള ഒരു പരിപാടിക്കും ഒരു ദൈവമകൻ പോലും പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? നീ എൻ്റെ വചനം കാത്തു. നമുക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നമ്മൾ വചനം എന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ തട്ടിക്കയറുകയോ അവരെ നിരാകരിക്കുകയോ അവരെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അവരോട് ഒന്നും അല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു അടിസ്ഥാനപരമായി ദൈവസഭയ്ക്ക് അംഗങ്ങളാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ദൈവസഭകൾ പ്രാതിനിധ്യം കൊടുക്കാവുള്ള അങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മൾ കേൾക്കാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ച എൻ്റെ പ്രധാന ദൗത്യം. മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ അതിനെക്കുറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ക്രിസ്തീയ മാർഗത്തിൻ്റെ വ്യക്തത ലഭിച്ച അപ്പൊല്ലോസ് എഫെസോസിൽ നിന്ന് കൊരിന്തിലേക്ക് യാത്ര തിരിച്ചപ്പോൾ പൗലോസ് 3-ാം മിഷണറി യാത്രയുടെ ബന്ധത്തിൽ വീണ്ടും ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. എഫെസോസിൽ എത്തിയപ്പോൾ അവിടെ പൗലോസ് കണ്ട ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലുമുള്ള അറിവ് ഇല്ലായിരുന്നു. കാരണം ഈ അലക്സാന്ദ്രിയക്കാരനായിരിക്കുന്ന ഇദ്ദേഹം വന്ന് ഈ പറഞ്ഞ ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ സ്നാനപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഏറ്റ സ്നാനം അവർ ഏറ്റത് മാനസാന്ത സ്നാനമായിരുന്നു. നിയമസ്നാനത്തെക്കുറിച്ച് ഞാനതേക്കുറിച്ച് പറഞ്ഞില്ല. അതൊക്കെ സ്നാനം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ അതേക്കുറിച്ച് അതേക്കുറിച്ച് മനസ്സിലാതെ അറിയാവുന്നതുകൊണ്ട് അതേക്കുറിച്ച് പോകുന്നില്ല. മാനസാന്ത സ്നാനമാണ് യോഹന്നാൻ സ്നാപകൻ നടത്തിയത്. യേശു ക്രിസ്തു അതാണ് ഏറ്റത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അവൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ മാനസാന്ത സ്നാനമായിരുന്നു. അന്ന് പത്രോസ് ദൈവത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ അന്ന് ഏറ്റത് മാനസാന്ത സ്നാനമായിരുന്നു. മാനസാന്തര സ്നാനത്തിൻ്റെ വില എന്ന് വരെയെന്ന് ചോദിച്ചാൽ അത് ദൈവസഭ സ്ഥാപിതമാകുന്ന പെന്തക്കോസ്ത് നാൾ വരെ മാനസാന്തര സ്നാനത്തിന് വിലയുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ സ്നാനപ്പെട്ടവരെ ആണ് അന്ന് അഭിഷേകത്താൽ നിറച്ച് അത് മതിയായിരുന്നു. അവരെ ദൈവം അംഗീകരിച്ചു. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം വന്ന സഭ സ്ഥാപിതയോടുകൂടി മാനസാന്തര സ്നാനമല്ല, വിശ്വാസസ്നാനമാണ് നിലനിൽക്കുന്നത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം. യോഹന്നാൻ സ്നാപകൻ അങ്ങനെ സ്നാനപ്പെടുത്തിയില്ല. ഇപ്പോൾ ദൈവസഭയ്ക്ക് നിലനിൽക്കുന്ന സ്നാനം മാനസാന്തര സ്നാനമല്ല, വിശ്വാസ സ്നാനമാണ്. വിശ്വാസസ്നാനം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരാൾ വിശ്വസിച്ച് സ്നാനപ്പെടുന്നതിനാണ് വിശ്വാസസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് പേരെടുത്ത് ദൈവിക തൃത്വത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീരുന്നതിനെയാണ് വിശ്വാസസ്നാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫെസോസിലെത്തിയപ്പോൾ പൗലോസ് ഇവരെ പൗലോസ് കണ്ടപ്പോൾ ഇവരോടുള്ള ബന്ധത്തിൽ പൗലോസ് ചോദിക്കുമ്പോൾ ഇവർക്ക് വാസ്തവത്തിൽ എന്താണ് പരിശുദ്ധാത്മാവെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ പൗലോസ് അവരെ കണ്ടപ്പോൾ ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. നമ്മുടെ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഓരോ സ്ഥലത്തും ഓരോന്നിനും പ്രത്യേക രീതി ചോദ്യമുണ്ട്. പുതുതായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടുവോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ അഭിഷേകം പ്രാപിച്ചെന്ന് ചോദിക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും അറിഞ്ഞവരെ കണ്ടപ്പോൾ പൗലോസ് അവരോട് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. 19-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം ചോദിക്കുക. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരിയാ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവോ? അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന നമ്മൾ അറിയുന്നത് എന്നുള്ള ചോദ്യം അപ്പോഴേ ചോദിക്കും. ചിലർ ചോദിക്കും, എങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നുള്ള തെളിവെന്താ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെയും അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അന്യഭാഷയിൽ പാടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അന്യഭാഷ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധമാവിനെ പ്രാപിച്ചു? ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും പരിശുദ്ധമാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തോട്, കർത്താവേ, എൻ്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നിശ്ചയമായിട്ടും ചോദിച്ചാൽ ദൈവാത്മാവ് നൽകും. അപ്പം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. സഭയുള്ള ബന്ധത്തിൽ വിശ്വാസമാണെന്ന് കണ്ടപ്പോൾ പൗലോസ് ഈ എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ യേശുവിനെ കുറിച്ച് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ രണ്ടാമത് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുക, ഞാൻ ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. 19-ാം അധ്യായം 2-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 19. അപ്പോൾ ആരാണ് ഇവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്? അപ്പൊല്ലോസാണ്.
അലക്സാന്ദ്രിയക്കാരനായിരിക്കുന്ന അപ്പല്ലോസ് അദ്ദേഹത്തിന് ലഭിച്ച പകുതി ഉപദേശം മുഖാന്തരമായി ഓടി നടന്ന് താൻ സുവിശേഷം അറിയിച്ച അനേക വിശ്വാസികൾ വന്നു. ഇങ്ങനെയാണ് പല സഭകളുണ്ടായത്, പല പല സഭകൾ ഉണ്ടായത്, പല ഉപദേശം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദൈവസഭയ്ക്ക് എത്രയോ ഉപദേശങ്ങൾ ഇപ്പോഴും ഇന്നും പുതിയ സഭകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്ത് അത് ഒരു ഭാഗം ആൾക്കാർ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ പല ഉപദേശങ്ങൾ വന്ന് പലരും അപ്പല്ലോസ് ശിഷ്യന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇവിടെ കണ്ടത്. പൗലോസ് അവരോട് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇന്ന് മനസ്സിലാകുമ്പോൾ ചിലർ പറയും യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറയും. യേശുവിൻ്റെ സ്നാനപ്പെടുന്നവരുണ്ട്. ഞാൻ ഇന്ന് രാത്രി പ്രത്യേകം പറയട്ടെ പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിനകത്ത് പിതാവുമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയാക്കിക്കൊള്ളാൻ പറയുക. അതിനകത്ത് തെറ്റില്ലാത്ത കാര്യമാണ്. അപ്പം ഇവിടെ ഇവരെ സ്നാനപ്പെടുത്തി മാനസാന്തര സ്നാനം നടത്തി. ഇനി യേശുവിൻ്റെ നാമത്തെ സ്നാനപ്പെടുത്തിയെങ്കിൽ അവിടെയും പരിശുദ്ധാത്മാവെന്ന് പറയത്തില്ല. അപ്പോൾ ഈ സ്നാനപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതാണ് ദൈവസഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യോപദേശം. ഇതങ്ങനെ തന്നെ വേണം, അതങ്ങനെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് മാറ്റമില്ലാത്തതാണ്. കർത്താവ് പറഞ്ഞ കൽപ്പനയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല. യേശു പറഞ്ഞതിൻ്റെ ഉപദേശം അപ്പുറമായിട്ട് ആരും പോവുകയും വേണ്ട. ഇവിടെ ഞാൻ ദൈവനിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി എന്നുള്ള പുസ്തകം ദൈവനിച്ചാൽ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, ഇവർ പരിശുദ്ധാത്മാവെന്ന പേര് പോലും കേട്ടിട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കറിയാം പൗലോസ് സ്നാനപ്പെടുത്തിയിരുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലായിരുന്നതാണ്. അന്ന് യേശു പഠിപ്പിച്ച അതേ സ്നാനമായിരിക്കണം ദൈവസഭയുള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന് മാറ്റമില്ല. ആരാ മാറ്റാൻ പറഞ്ഞത്? ആരാണ് പറഞ്ഞിരിക്കുന്നത്? സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു പോയ ആ സ്നാനം മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ അനുവർത്തിച്ച് പോയ സ്നാനം ശരിയാണ്. ആരെങ്കിലും നിങ്ങളോട് പറയുക തെറ്റാണ്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ അത് ചെവിക്കൊള്ളരുത്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതാണ് യഥാർത്ഥമായ സ്നാനം. അത് ദൈവം പറഞ്ഞതാണ്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഉപദേശം നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടാരെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇവിടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റെന്ന് പറയുമ്പോൾ ഇവിടെ പിതാവിൻ്റെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞ സ്നാനമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലുള്ള സ്നാനം. അത് ചെയ്തേ പറ്റുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റുന്ന യേശു ക്രിസ്തു പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. യേശു ക്രിസ്തുവിൽ തൃത്വമുണ്ട്. കർത്താവ് ഞാൻ സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാകും. അപ്പോൾ യേശു ക്രിസ്തു വചനമാണ്, വചനമാം ശരീരം. അവനിലുണ്ടായിരുന്ന ജീവൻ പരിശുദ്ധാത്മാവായിരുന്നു, അവനിലുണ്ടായിരുന്ന ആത്മാവ് പിതാവാൻ ദൈവത്തെ. അപ്പോൾ യേശുവിൻ്റെ നാമം, യേശുവിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിലെ സ്നാനം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ. ഇതൊന്നും നമ്മൾ കൂടുതലൊന്നും അറിഞ്ഞല്ല സ്നാനപ്പെടുന്നാൽ രാത്രി കരമൊഴുത്ത് സ്തോത്രം ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ നമ്മുടെ ഉപദേശം കൃത്യമായിരുന്നു. നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്തത്. പക്ഷേ ദൈവം അങ്ങനെ നമ്മളെ കൊണ്ടുവന്നതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദിവസം ആരെങ്കിലും അങ്ങനെയുള്ള യഥാർത്ഥമായ ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവർ മാറി ഈ കഥ പഠിക്കുന്ന അടിസ്ഥാനപരമായ ഇതിലേക്ക് വരണം. ഇവിടെ പൗലോസ് പറഞ്ഞില്ല ഇത് മതി, മാനസാന്തര സ്നാനം മതി എന്ന് പറഞ്ഞത് സമ്മതിച്ചില്ല. പൗലോസ് അവരെ സ്നാനപ്പെടുത്തി. ഇത് കേട്ടാറേ എന്ന് പറഞ്ഞാൽ ചിലത് അങ്ങനെ പറയാറുണ്ട്, കേട്ടപ്പോൾ തന്നെ സ്നാനപ്പെട്ടെന്നൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ. അങ്ങനെയൊക്കെ ഇതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകുന്നു, വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരാളെന്നോട് പറഞ്ഞത് പിന്നെ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശു. അപ്പോൾ ഇത് കേട്ടപ്പം തന്നെ അവർ സ്നാനപ്പെട്ടെന്ന് അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്നാനമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കർത്താവ് യേശു അത് സ്നാനപ്പെടുന്നു, ഇപ്പോൾ അത് സംസാരിച്ചപ്പോൾ തന്നെ സ്നാനപ്പെട്ടെന്നല്ല എൻ്റെ അർത്ഥം. അവർ ഇത് എല്ലായിടത്തും അങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് അങ്ങനെ എഴുതാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം ഇവിടെ നിൽക്കത്തില്ല. പിതാവിൻ്റെയും പുത്രനും അവർ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയതിൻ്റെ അർത്ഥം അത് ദൈവസഭയ്ക്ക് ഒറ്റ സ്നാനമേ ഉള്ളൂ, വിവിധമായ സ്നാനങ്ങളില്ല. എല്ലാവർക്കും ഒരു സ്നാനമുള്ളൂ. ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണ് ആർക്കാണെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഒറ്റ സ്നാനമേ ഉള്ളൂ, സ്നാനം ഒന്നേ ഉള്ളൂ. ആ സ്നാനം നമുക്ക് തന്നിരിക്കുന്ന സ്നാനമാണ്. അതിൽ ദൈവമക്കൾ അടിയുറച്ച് നിൽക്കണം, തലമുറകളെ അത് പഠിപ്പിക്കണം. ദൈവസഭ അത് വളരെ കരുതലോടെ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യണം. മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി പോകണമെന്നും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവർ പരിശുദ്ധാത്മാവ്
അവർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ചില ചോദിക്കും, കൈവച്ചാൽ പരിശുദ്ധാത്മാവ് വരുമോ? പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചില തികഞ്ഞെന്നാണ് പറയാം. തികഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തികഞ്ഞെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങനെ ഈ വചനം ഇതെല്ലാം തികയുന്നത് നമ്മൾ ദൈവമായിട്ട് അഭിമുഖമായി കണ്ട് ചേരുമ്പോഴാണ് ഇതെല്ലാം പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. ഇതുവരെയും പൂർണ്ണമായത് വന്നിട്ടില്ല. വചനമോ പ്രവചനമോ ഒന്നും തീർന്നു പോയിട്ടില്ല. ഇന്നും പ്രവാചകന്മാരും ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പം ദൈവസഭയുടെ വചനം എഴുതാൻ വേണ്ടി മാത്രമല്ല പ്രവാചകന്മാരെ ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെ വചനം എഴുതാൻ വേണ്ടിയല്ല പ്രവചനം തന്നിരിക്കുന്നത്. പൗലോസ് ഒക്കെ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. അഗബോസ് പ്രവചിച്ചത് ലേഖനം എഴുതാൻ വേണ്ടിയുള്ള പ്രവചനമായിരുന്നില്ല. അദ്ദേഹം പ്രവചിച്ചത് യെരൂശലേമിൽ വലിയ ക്ഷാമം, അദ്ദേഹം വന്ന് പ്രവചിച്ചു വലിയ ലോകത്ത് വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. അത് വേദപുസ്തകം എഴുതേണ്ടതാണോ? അല്ല. അത് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചു. അതാണ് അഗബോസ് പ്രവചിച്ചത്. അപ്പോൾ ഇത് ഈ പ്രവചനം എന്നുള്ളത് ദൈവസഭയുടെ ലേഖനങ്ങളും പ്രവചന പുസ്തകം എഴുതിയോടുകൂടി പ്രവചനം നിന്നുപോയിട്ടില്ല. അത് ഓരോ സമയത്തും പ്രവാചകന്മാരുണ്ട്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ ശേഷമായിട്ട് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും വേണ്ടായിരുന്നെങ്കിൽ പിന്നെന്താ 5 ദിവസം ശുശ്രൂഷ എന്തിനാ തന്നത്? എഫെസ്യർക്ക് ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ഈ വെളിപ്പാട് പുസ്തകം വരെ എഴുതാൻ വേണ്ടിയാണോ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെ വെച്ചിരുന്നത്? അല്ല. അപ്പം ഞാൻ പറഞ്ഞത് പ്രവചന ശുശ്രൂഷ നിന്നുപോയിട്ടില്ല. അംശമായത് നീങ്ങിപ്പോകുന്ന പൂർണ്ണമായത് വരുമ്പോഴാണ്. നമ്മൾ പ്രവചിക്കേണ്ട ഒരു സമയം വരുന്നില്ല. കാരണം ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രവചനം വേണ്ട. എന്നാൽ അതേക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഈ അന്യഭാഷ വേണ്ട, ഇതെല്ലാം തീർന്നു പോകും. ഇതെല്ലാം തീർന്നു എന്നാണെന്നറിയാമോ? പൂർണ്ണമായത് വരുമ്പോഴാണ് നിലനിൽക്കുന്ന ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? സ്നേഹം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹമോ മൂന്നും നിലനിൽക്കുന്നവ വലുതോ സ്നേഹം തന്നെ. വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ പ്രത്യാശയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തുവോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, പിന്നെ പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നീടുള്ളത് സ്നേഹമാണ്, എന്നേക്കുമുള്ള സ്നേഹം. അതുകൊണ്ടാണ് ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹവും ഒന്നും നിലനിൽക്കുന്നത് വലുതോ സ്നേഹം അത്രേ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം പ്രവചനപരം, അന്യഭാഷപരം ഇതൊക്കെ നിന്നുപോകും, വേണ്ടാത്തതാണ്. അത് പൂർണ്ണമായി യേശു ഇവിടെ തൻ്റെ രാജ്യം സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നീട് പ്രവചിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഇവിടെ അന്യഭാഷ പറയേണ്ട ആവശ്യമില്ല, പിന്നെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. തീർന്നു. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉണ്ടെന്നേ, തീർന്നു പോയിട്ടില്ല. ഉണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാത്രിയിൽ പരിശുദ്ധാഭിഷേകമുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാർ കരം വെച്ചാൽ, അവർ പ്രാർത്ഥിച്ചാൽ അഭിഷേകം കിട്ടും. അതിനായിട്ട് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. ഇതുവരെയും അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും സന്ദേശം കേൾക്കുന്നെങ്കിൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ളതാണ്. കർത്താവേ, എനിക്ക് അഭിഷേകം ആവശ്യമാണ്, ഞാനത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം ക്ഷമിച്ച് എന്നോട് കരുണ തോന്നണമേ, അവിടുത്തെ വാഗ്ദത്തമായിരിക്കുന്നതിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് നാം വിനയത്തോടും താഴ്മയോടും കൂടി ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവിന് ഹിതമാണെങ്കിൽ നമ്മളെ ആത്മാവോട് നിറയും. കർത്താവ് ഹൃദയങ്ങളെ നോക്കിയാണ് ആത്മാവ് നൽകുന്നത്. ഹൃദയങ്ങളെ നോക്കി നൽകുന്ന പരിശുദ്ധാത്മാഭിഷേകം, അത് നമ്മുടെ ഹൃദയങ്ങളെ നോക്കി കർത്താവ് നമ്മുടെ അഭിഷേകം നടത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പരിശുദ്ധാഭിഷേകം. അത് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിലനിർത്തണം. അന്യഭാഷയിൽ കൂടുതൽ പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്യഭാഷ സംസാരിക്കേണ്ടത്. പോലീസ് പറഞ്ഞു, സഭ കൂടി വരുമ്പോൾ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏറ്റവും അധികം അന്യഭാഷ സംസാരിക്കുന്നു എന്ന് പറയാനായിട്ട് നടക്കുമ്പോഴും, ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോഴും, വീടുകളൊക്കെ ഇരിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, അന്യഭാഷ ആരാധിക്കാം. കാരണം നമ്മൾ പറയുന്നത് ദൈവവും നമ്മളുമായിട്ട് സംസാരിക്കുകയാണ്. നിന്ന് പോയിട്ടില്ല കേട്ടോ. ദൈവവും നമ്മളും ദൈവമക്കളും തമ്മിൽ സംസാരിക്കും, നിന്ന് പോയിട്ടില്ല. നമ്മൾ പറയുക, ഞാൻ ആത്മാവിൽ പാടും, ഞാൻ ബുദ്ധി കൊണ്ടും പാടും, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവിൽ ആരാധിക്കും, ബുദ്ധി കൊണ്ടും ആരാധിക്കും. ബുദ്ധി കൊണ്ടും ആരാധിക്കാം, അതുപോലെ തന്നെ ആത്മാവിലും ആരാധിക്കാം. മരണ വീട്ടിൽ പോയി ഒരിക്കലും നമ്മൾ ആത്മാവിൽ ആരാധിക്കത്തില്ല. അവിടെ നമ്മൾ ബുദ്ധി കൊണ്ടാണ് അവിടെ നമ്മൾ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു മരണ വീട്ടിൽ പോയിട്ട് അവിടെ അന്യഭാഷയിൽ ആരും ആരാധിക്കുന്നതായിട്ട് അത് പരിജ്ഞാനമല്ല. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള പരിജ്ഞാനത്തോടെ വേണം ചെയ്യാനായിട്ട്. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കണം എന്നിട്ട് മണ്ണു വീട്ടിൽ പോയി അന്യഭാഷ ആരാധിക്കും, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. പരിജ്ഞാനം ഇല്ലായ്മയെ കാണിക്കുന്നത്, അത് പാടില്ല. അതുകൊണ്ട് പറയും, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും, എനിക്കത് സാധിക്കും. അപ്പം മറ്റുള്ള ആരും അറിയാൻ വയ്യാത്ത, വിശ്വാസമില്ലാത്ത എടുത്ത് ഞാൻ പോയി അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം, ആത്മാവ് കൊണ്ട്. അപ്പം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന എതിർക്കരുത്, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ എതിർക്കരുത്. സ്വാതന്ത്ര്യം, ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമുക്ക് ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ്
നാം ശുശ്രൂഷകളെ പരിപോഷിപ്പിച്ച് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ എല്ലാ സ്ഥലത്തും നമ്മൾ ഒരേ രീതിയല്ല. അതുകൊണ്ട് പറയുന്നത്, ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ബുദ്ധി കൊണ്ട് പാട്ട് പാടാൻ പറ്റും, അന്യഭാഷയിലും പാടും. നമുക്കിതെല്ലാം തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യം. നമുക്ക് യഹോവയെന്ന് വിളിക്കാം, പിതാവെന്ന് വിളിക്കാം, യേശുവെന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവെന്ന് വിളിക്കാം. നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരൊറ്റ കൂട്ടമുണ്ടെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കും തന്നെ എല്ലാം മുഴുവൻ വായിക്കാം. എവിടെയെങ്കിലും വരുമ്പോൾ എല്ലാം മറച്ചു വയ്ക്കണം. ഞാനൊരു പെന്തക്കോസ്തുകാരെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒരു പുതിയ നിയമ വിശ്വാസം എനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്കതിനകത്ത് അഭിമാനമേ ഉള്ളൂ. കാരണം വേദപുസ്തകത്തിൻ്റെ 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം വരെ വായിക്കാൻ ഒരു പ്രയാസം കൂടെ വായിക്കാൻ. യഹോവയെന്ന് എനിക്ക് വായിക്കാം, അതുപോലെ യേശുവെന്ന് എനിക്ക് വായിക്കാം, പിതാവെന്ന് വായിക്കാം, പുത്രനാണ്, പരിശുദ്ധാത്മാവെന്ന് വായിക്കാം. കാരണം എന്നെ ഒന്നും എനിക്ക് അന്യഭാഷയിൽ ആരാധിക്കാം, ബുദ്ധി കൊണ്ട് ആരാധിക്കാം, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം. അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കർത്താവ് പരിശുദ്ധാത്മാവിനെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതല്ലാത്തവർക്ക് വരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാണ്. യഹോവ എന്ന് പറഞ്ഞ പ്രശ്നമുള്ളവരുണ്ട്, യഹോവ എന്ന് വിട്ട് യേശു എന്ന് പറഞ്ഞ പ്രശ്നമുള്ളവരുണ്ട്, പിതാവ് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നത്, അനവധി പഠിപ്പിക്കലും ടീച്ചിങ്ങുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം തന്നെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതാ പറയുന്ന, ആത്മാവുള്ള തന്നുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് യഹോവയെന്ന് പറയാം, നമുക്ക് പിതാവെ എന്ന് വിളിക്കാം, പുത്ര എന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവെന്ന് വിളിക്കാം. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ നമുക്ക് തന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ അഭിസംബോധന ചെയ്യിക്കുന്ന എല്ലാ വാക്കുകളും പറയുവാനുള്ള സ്വാതന്ത്ര്യം ദൈവമക്കൾക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ യഹോവയുടെ സാക്ഷികൾ അല്ല. പഴയ നിയമത്തിൽ യഹോവ എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ അത് യേശുവിൻ്റെ സാക്ഷികളെ, കർത്താവ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി തീർന്നിരിക്കുന്നത്. യേശുവിൻ്റെ സാക്ഷി എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെടുന്നതാണ് യേശുവിൻ്റെ സാക്ഷ്യം. യേശുവിൻ്റെ സാക്ഷി, ഈ സാക്ഷ്യം മൂന്ന് സാക്ഷ്യം ഒന്നാകുന്നു. അത് വെള്ളം, ജലം, രക്തം, ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്നാകും. യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ സുവിശേഷം പഠിപ്പിച്ചപ്പോൾ അതേക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഒന്നുവരെ ഞാൻ പറഞ്ഞു പോകുന്നത്, വിവിധ ചിന്തകളും പഠിപ്പിക്കലും ഉള്ളപ്പോൾ അതിനകത്ത് ആരും വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലായി മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ചുരുക്കമായി പറഞ്ഞാൽ, ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ സത്യമാണ്. അത് തനിമയുള്ളതാണ്. അതിന് കോട്ടം വന്നിട്ടില്ല. അത് കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി നിൽക്കുന്നവരായിരിക്കണം. നിങ്ങൾ അതിൽ അഭിമാനമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നമ്മൾ അഭിമാനമുള്ളവരാണ്. കാരണം എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ വചനത്തെ പൂർണ്ണമായിട്ട് പഠിക്കുവാനും വായിക്കുവാനും വേദപുസ്തകത്തിന് ആരംഭം മുതൽ അവസാനം വരെ വായിക്കാൻ ഒരു സങ്കോചവും കൂടാതെ നമുക്ക് വായിക്കാനുള്ള ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓർത്ത് വരുമ്പോൾ നമ്മൾ മറച്ചു വയ്ക്കേണ്ട. യഹോവയെന്ന് വേണ്ട, അതിനകത്ത് മറച്ചു വയ്ക്കൊന്നും വേണ്ട. നമ്മുടെ സങ്കീർത്തനം വായിക്കുക യഹോവ എന്നാണ് പറയുന്നത്. അതവിടെ യേശു എന്നൊന്നും ആക്കുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ദൈവം നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും തെറ്റായിട്ടുള്ള ഏതെങ്കിലും ചിന്താഗതിയിലാണെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നത്. അപ്പോൾ പൗലോസ് അവിടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപരിശമെല്ലാം കൂടി 12ഓളമായിരുന്നു. ഞാൻ അന്യഭാഷയെക്കുറിച്ച് ഭാഷാപരങ്ങളെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ പിൻവഴി എന്ന പുസ്തകം വായിച്ചാൽ മതി. അതിനകത്ത് ഞാനത് വളരെ വ്യക്തമായി പരിസ്ഥാന വിഷയത്തെ കൃപാവരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആർക്കും സംശയമുണ്ട്, അതേ സംബന്ധമായ ക്ലാസ്സിലെടുക്കാം. ഇന്ന് രാത്രി ഞാനത് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഭിഷേകം പ്രാപിക്കണം, അങ്ങനെ ദൈവകൃപയിൽ നിൽക്കണം. അടിസ്ഥാനപരമായിട്ടുള്ള സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഉപദേശത്തിൽ വരുന്ന വ്യത്യാസങ്ങളെ അപ്പോൾ അത് മനസ്സിലാക്കി അടിസ്ഥാന ഉപദേശമുള്ളവർ അത് തിരുത്തും. എത്ര വലിയ ഉന്നതനാണെങ്കിലും ആരാണെങ്കിലും നാം എത്ര ചെറുതാണെങ്കിലും നാം വചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ഞാൻ പറഞ്ഞു എത്ര പ്രാഗൽഭ്യത്തോടെ അക്കിലാസോ ഒന്നും അങ്ങനെ പ്രസംഗിക്കത്തില്ല. ഈ അപ്പൊല്ലോസ് പ്രസംഗിക്കുന്നവരെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അക്കിലാസ് വലിയ വാഗ്മിയല്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ വചനത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പ്രിസ്കില്ലയും കൂടി പഠിപ്പിച്ചപ്പോൾ അപ്പൊല്ലോസിനെ മനസ്സിലായി, കാര്യങ്ങൾ ഗ്രഹിച്ചു. അപ്പൊല്ലോസിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഈ എഫെസോസിലുള്ളവരെ പൗലോസ് ചെന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ അവരെ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരും അഭിഷേകം പ്രാപിച്ച് ആത്മനിറവുള്ള പെന്തക്കോസ്ത് അനുഭാവമുള്ളവരായി മാറി. പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ അഭിഷേകമുള്ള ആത്മാവാം വാക്തത്വം ഇറങ്ങി വന്നതിൻ്റെയാണ് പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ അനുഭവത്തിലേക്ക് അവർ വന്നു. അവർ യഥാർത്ഥമായി സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു.
ഇതിങ്ങനെ പൗലോസ് അക്വിലാസ് പ്രിസ്കില്ലയുടെയും ഭവനത്തിൽ ആരംഭിച്ച ദൈവവേല അവൻ്റെ വരവോടുകൂടി വളരെ വീണ്ടും ഈ അക്വിലാസിനെ പ്രിസ്കില്ലയുടെ അടുത്ത് പൗലോസ് കൂടി ചെന്നപ്പോഴത്തെ അവിടെ വേല ശക്ത പ്രാപിച്ചു. അക്വിലാസിൻ്റെ ഭവനത്തിലെ സഭയെ കേന്ദ്രീകരിച്ചാണ് ആസിയയിലെ പ്രവർത്തനം പരിശുദ്ധാത്മാവ് വ്യാപിപ്പിച്ചത്. ആ ബേസിക് ആയിട്ടുള്ള ആ ഹോം ചർച്ചിനെയാണ് അവിടെ ശക്തമായി പൗലോസ് കൂടി എത്തിയപ്പോഴത്തേനും അത് വളരെ ശക്തമായ രീതിയിൽ പൗലോസ്, തിമോത്തിയോസ്, ശീലാസ് അങ്ങനെയുള്ള എല്ലാവരും കൂടിക്കഴിഞ്ഞപ്പോൾ വലിയ ശക്തമായ പ്രവർത്തനം ആസിയയിൽ ശക്തിയായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെ എതിർപ്പ് ഉയരാൻ തുടങ്ങി. അപ്പോൾ എവിടെ ദൈവവേലയോട് പൗലോസ് എവിടെ ചെന്ന് ശക്തിയോടുകൂടി ദൈവവേലയുടെ ആരംഭമിടുമോ അവിടെ അന്നേരം എതിർപ്പുണ്ടാകും. കൊരിന്ത്യ ലേഖനത്തിൽ 16-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയുകയാണ്, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, എനിക്ക് വലിയതും സബലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പറയുകയാണ്, സബലമായ വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷേ എതിരാളികളും പലരുണ്ട്. സുവിശേഷ വാതിൽ ദൈവം തുറന്നതിനാൽ ഏകദേശം 2.5 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് ആസ്യ മുഴുവൻ ദൈവജനം പ്രചരിപ്പിക്കപ്പെടുവാനും അനേക സഭ ഉടലെടുക്കുവാനും കാരണമായിട്ടുണ്ട്. വെളിപ്പാട് പ്രതിപാദിച്ചിരിക്കുന്ന ആസിയയിലെ 7 സഭകൾ ആ കാലഘട്ടത്തിൽ ഉടലെടുത്താണ്. അതേക്കുറിച്ചുള്ള വചന തെളിവാണ് നമുക്ക് 1 കൊരിന്ത്യർ 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത്. ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കില്ലയും അവരുടെ ഭവനത്തിലെ സഭയോട് കൂടി നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ലേഖനമൊക്കെ എഴുതുമ്പോൾ ഇവിടുത്തെ അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിലെ സഭയെക്കുറിച്ച് വളരെയധികം കരുതലോടെ ഇപ്പോൾ പൗലോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങയുടെ പ്രധാന ആരംഭം തൊട്ട് വളരെ വിദൂരതയിലുള്ള സഭകൾ തമ്മിലുള്ള ഒരു സ്നേഹം അതിനുണ്ട്. അപ്പം കൊരിന്ത്യയിലുള്ള സഭ എവിടെ ലേഖനം എഴുതി അവിടെയുള്ള ആൾക്കാർ റോമയിലുള്ളവർക്ക് വേണ്ടി വന്ദനമായി അറിയിക്കുമായിരുന്നു. ഇന്നിപ്പം വന്ന് സഭയിലുള്ളവർ പോലും പരസ്പരം ഒരു പ്രൈസിലോട് പറയത്തില്ല അല്ലേ. ഭയങ്കര ആത്മീയ ഉണർവും വളരെ എല്ലാവരും 1-2 പ്രാവശ്യം സ്വർഗത്തിൽ പോയിട്ട് വന്ന പോലെ എല്ലാവരുടെയും ആത്മീയ അലങ്കാരം കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന സ്വന്തം ആയിരിക്കുന്ന അടുത്ത് വന്നിരിക്കുന്ന ഒരാളോട് പ്രൈസിലോട് പറയത്തില്ല. സ്വർഗത്തിൽ പോയിട്ട് വന്നവരാ, ഭയങ്കര തലക്കനമാണ്. പക്ഷെ അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ കൊരിന്ത്യയിലിരുന്ന് എഴുതുമ്പോൾ അവിടെയുള്ളവർ വന്ദനമറിയിക്കുക റോമയിലിരുന്ന് എഴുതുമ്പോൾ കൊരിന്ത്യയിലുള്ളവർക്ക് വേണ്ടി എഫെസോസ്, അങ്ങനെ ദൈവസഭകൾ തമ്മിലുള്ള ഒരു വലിയ ബന്ധം ആരംഭ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നാം സമ്പന്നരായിപ്പോയി. അതുകൊണ്ടാണ് ലവോദിക സഭയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കിന്ന് എന്തിനാ കുറവുള്ളൂ, എനിക്കിന്ന് നെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആരുടെ പ്രസംഗം കേൾക്കാത്തത്, എനിക്ക് ആരുടെ മെസ്സേജ് കിട്ടുകയില്ലാത്ത, എനിക്ക് ഏത് കാര്യമാണ് കിട്ടാത്തത്, എല്ലാം നമുക്ക് സമ്പന്നതയല്ലേ. പക്ഷേ ദൈവാത്മാവ് പറയുക, നീ കുരുടനാ, കാഴ്ചയില്ലാത്തവനാ. അതുകൊണ്ട് ലവോദിക സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവസാന സഭയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം തികഞ്ഞെന്നാണ് വിചാരിക്കുന്നത്, എല്ലാം തികഞ്ഞെന്നാണ്. പക്ഷെ അന്ന് കീഴ്വഴക്കമുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്ന വയ്ക്കുന്നു. അറിവ് ചീർപ്പിക്കും, അടുത്തിരിക്കുന്നവരെ കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അന്ന് വിദൂര സഭകൾ തമ്മിൽ വന്ദനം ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം സഭയിലെ അംഗങ്ങൾ പോലും അന്യോന്യം വന്ദനം ചെയ്യുകയോ ഉപദേശപരമായ യോജിപ്പുള്ള സഭകൾ തമ്മിൽ പരസ്പരം സ്നേഹബന്ധത്തിൽ ആകുവാനോ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് വലിയ ദുഃഖസത്യമാണ്. പിന്നീട് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ മാത്രമാണ് എല്ലാവരും കൂടി ഒന്നിക്കാൻ പോകുന്നത് അല്ലേ. എല്ലാവരുടെ ഒന്നിക്കാൻ പോകുന്നപ്പോഴാണ് നിൽക്കാൻ വരുമ്പോൾ അന്നേരം എല്ലാവരും കൂടി ഒന്നിക്കും. അന്നേരം അല്ല പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നാം എല്ലാവരെയും സ്നേഹിക്കുന്നതായിരിക്കണം, എല്ലാവരോടും യോജിച്ച് നിൽക്കാൻ. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നിൽക്കേണ്ട വചനപരമായ കാര്യങ്ങൾക്ക് ഒരു അയവ് വരുത്താനും പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. എല്ലാത്തോടും കൂടി ആമയം പറയാൻ പാടില്ല, എല്ലാത്തിനും കൂടി നമ്മൾ നിൽക്കാൻ പാടില്ല. നിൽക്കണം, നമ്മുടെ വ്യത്യസ്തത കാണിക്കണം. ദൈവസഭകൾ തമ്മിൽ കൂട്ടായ്മയും അന്യോന്യം വന്ദനം പറയുകയും സ്നേഹത്തിൽ വളരുവാനും ഇടയായിത്തരണം. ഈ അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ സഭകളിലൊക്കെ എനിക്കറിയാം പലരും ഒന്ന് നോക്കത്ത് പോലുമില്ല. പുതിയൊരു വ്യക്തി വന്നാൽ നീ എവിടെ നിന്നാണ് വന്നെന്ന് പോലും ചോദിക്കാത്ത എത്ര സഭകളുണ്ടെന്നറിയാം. അവർ വരുന്നു, എന്തോ നടത്തുന്നു, തിരിച്ചു പോകുന്നു. അല്ലാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുത്ത് എവിടെ നിന്ന് വരുന്നത് എന്താണ് പരിചയപ്പെടുത്താൻ പോലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ദൈവദാസന്മാരെ നിങ്ങളുടെ സഭകൾ ആര് വന്നാലും ഒരേ പരിചയപ്പെടുത്താൻ മറന്നു പോകരുത്. ഒരാൾ വ്യക്തി വന്നാൽ, പുതുതായിട്ട് വന്നാൽ
അതിനാ ദേവദാസന്മാരെ ഏറ്റവും ഫ്രണ്ട് ഇരുന്ന് ഇങ്ങോട്ട് നോക്കുന്ന വരുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയാണ്. അല്ല നേരെ തിരിഞ്ഞിരുന്നാൽ മതി. ദേവദാസന്മാരെയും ശുശ്രൂഷക്കാരെയും ഏറ്റവും ഫ്രണ്ട് ഇരുത്തി നോക്കിയിരിക്കുന്ന കാരണം ആരൊക്കെ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ പുതുതായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ പരിചയപ്പെടുത്തണം, അവരെ ചോദിക്കണം, എവിടെ നിന്നാണ് ചോദിക്കണം. സമയമില്ലെന്ന് പറഞ്ഞിട്ട് വിട്ടുകളയരുത്. അതിന് സഭയിൽ ആൾക്കാരെ വെക്കണം. ഒരാൾ വന്നാൽ അവരെ പരിചയപ്പെടാനും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കൂട്ടായ്മയെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ സ്നേഹമായിരിക്കണം അവരെ അടുത്ത ദിവസം ആരാധനയ്ക്ക് കൊണ്ടുവരാൻ കാരണമായിട്ട് കണ്ടത്. രാത്രിയിൽ നമ്മുടെ ഹൃദയം എനിക്കറിയാം വളരെ തിരക്കായിട്ട് പലരും വലിയ കാറേ വരും, ഒന്ന് കയറും ആരാധിക്കും, അവർ വണ്ടിയിൽ കയറി സ്ഥലം വിടും, ഒരാളുടെ മിണ്ടത്ത് പോലുമില്ല, കൈ പോലും കൊടുക്കത്തില്ല. ഇന്നാ കാറൊക്കെ കിട്ടിയത്, ഓട്ടോ, ഇന്നാ വലിയ വീട് കിട്ടിയത്, ഇന്നാ നല്ല ഡ്രസ്സൊക്കെ കിട്ടിയത്, ഇന്നാ നിനക്ക് പൗഡറും സെൻറ്റും ഒക്കെ കിട്ടിയത്. ഒന്നുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, മറന്നു കളയരുത്. ഇതൊക്കെ കിട്ടുമ്പോഴും എത്ര വലിയ കാറേ വന്നാലും എത്ര നല്ല ഡ്രസ്സ് ധരിച്ചാലും ദൈവസ്നേഹം ഇല്ലാതാക്കി കളയരുത്. എന്നാർക്കും ചുമ്മനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു കാലത്ത് ഞാൻ പ്രസംഗിച്ചിരുന്നു, അന്ന് ദൈവസഭകളിൽ കർത്തൃമേശ കഴിഞ്ഞ് ചുമ്മനം കൊടുക്കുമായിരുന്നു. അത് മാറ്റം വന്നു, കപ്പുകളാക്കി ഡിവൈഡ് ചെയ്ത്. ഞാൻ അന്നേ പറഞ്ഞു മുഖം മൂടി വെക്കേണ്ട സമയം വരുമെന്ന്. അതുപോലെ തന്നെ കോവിഡ് സമയം വന്നപ്പോൾ എല്ലാവരും മുഖം മൂടി വെട്ടിയില്ലേ, വെച്ചല്ലോ, ചുമ്മനം കൊടുത്തില്ലല്ലോ, മാറിയില്ലേ. ദൈവം കാണിച്ചിരിക്കുന്ന മാതൃക വിട്ടുപോകാൻ പാടില്ല. ദൈവം കാണിച്ചിരിക്കുന്ന മാതൃക നാം അഹങ്കരിച്ചു പോയാൽ അദ്ദേഹം നമ്മളെ ശിക്ഷിക്കും, നമ്മളതിന് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വലിപ്പിച്ചെറുപ്പം നോക്കാതെ എല്ലാവരും സ്നേഹിപ്പാനും ദൈവസ്നേഹത്തിന് ക്രിസ്തു കാണിച്ച മാതൃകയിലേക്ക് വരുവാനും രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂതറിയിക്കുക. അതെ, നാം എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും കരുതണം, എല്ലാവരോടും സംസാരിക്കണം, അന്യോന്യം ചുമ്മനം കൊടുക്കണമെങ്കിൽ അത് അതുകൊണ്ടാണ് നമുക്ക് നല്ല കീഴ്വഴക്കം തന്നിരിക്കുന്നത്. സഹോദരന്മാർ സഹോദരിമാർ തമ്മിലും സ്നേഹചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെല്ലുവാനൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന് വേണ്ടിയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കാരണം അങ്ങനെ ചുംബിക്കണമെങ്കിൽ പണക്കമില്ലാത്തവർ തമ്മിൽ ചുംബിക്കാൻ കഴിയത്തുള്ളൂ. ആ ഒരു നിലവാരത്തിലേക്ക് സഭകൾ വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് രാത്രിയിൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സായെന്ന് വിശ്വസിക്കുന്നു, കാര്യങ്ങൾ മനസ്സായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് സമ്മർദ്ദം അടിച്ചാരും പോകരുത് കേട്ടോ. ഇന്ന് AC ഒക്കെയുള്ള സഭാ ഹാളുകൾ വന്നത്. AC ഉള്ള ഹോളൊക്കെ നല്ലതാ, വേണ്ടിയതാ. സൗണ്ട് പ്രൂഫ് വേണം, ആവശ്യമാണ്. കീറിയ പായിലിരുന്ന് ആരാധിച്ച ദിവസം മറന്നു പോകരുത്. ഒന്നുമില്ലാതെ നടന്നും വിശന്നും പൈപ്പിലെ വെള്ളം കുടിച്ചൊക്കെ ആരാധിച്ച ദൈവമക്കളാ, തലമുറകളാ ഇന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെന്ന് മനസ്സിലാക്കി ദിവസങ്ങളിൽ വിനയത്തോടെ ദൈവത്തിൽ പറയാൻ, കർത്താവേ, അങ്ങ് തന്നിരിക്കുന്നതെല്ലാം നിൻ്റെ ദാനങ്ങളാണ്. ഞങ്ങൾക്കിതിനകത്തൊന്നും പുകഴുവാനോ പ്രശംസിപ്പാനോ ഇല്ല. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമല്ലേ? നമുക്കൊരു മടങ്ങിവരവ് ഇന്ന് രാത്രി ആവശ്യമല്ലേ? ദൈവസഭയെക്കുറിച്ച് ആഗോളസഭയെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പഠിക്കുമ്പോൾ നാം ഏതെങ്കിലും മേഖലകളിൽ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഈ പഠനം മുഖാന്തരം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്, എനിക്കൊരു ദൈവസ്നേഹം ആവശ്യമാണ്, എന്നിലുള്ള സാർത്ഥത വെടിയേണ്ടത് എനിക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം. ദിവസം അതിനായി എന്നെ തന്നെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ട ഈ ലോകത്തിൽ നമുക്കെല്ലാം വഴിതെറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും വളരെ ദൈവസ്നേഹത്തിനുള്ള നമ്മുടെ ഫാമിലി കോൺഫറൻസൊക്കെ വരുമ്പോൾ കഴിവതും ദൈവസ്നേഹത്തിൻ്റെ മാതൃക വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിവതും എവിടെയെങ്കിലും പാളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എവിടെയെങ്കിലും പാളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നമ്മുടെ ഫാമിലി കോൺഫറൻസ് കൂടുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും മുഖപക്ഷം കാണിക്കുകയോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാൻ മടി കാണിക്കരുത്. കഴിവതും നമ്മളത് ആ രീതിയാണ് നമ്മൾ അനുവർത്തിച്ച് പോന്നിട്ടുള്ളത്. നമ്മൾ ആ ദൈവസ്നേഹം എല്ലാവരോടും ഒരുപോലെ പങ്കാളിത്തം വഹിക്കാറുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥന കൊടുക്കാൻ എല്ലാവരും സ്നേഹിക്കാറുണ്ട്. അത് ക്രിസ്തു കാണിച്ച മാതൃകയാണ്. ദൈവം പഠിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന് പ്രാവർത്തികമാക്കണം. നമ്മുടെ സഭകളിൽ അത് പ്രാവർത്തികമാക്കണം. സ്നേഹിച്ചു നോക്ക്, ആത്മാക്കൾ വരും. അതേ ദിവസങ്ങൾ സഭയിൽ വരുന്നവർക്കൂടെ പ്രാർത്ഥിച്ച് നോക്ക്, അവരെ സ്നേഹിച്ചു നോക്ക്. നമ്മളൊരു ജോലി നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ പോലെ ഇരിക്കുക. ദിവസങ്ങളിൽ താഴ്ന്നു ചെല്ലാം, ഇറങ്ങിച്ചെല്ലാമെങ്കിൽ ആത്മാക്കൾ വരും. അതേ ദിവസങ്ങളിൽ ആവശ്യക്കാരനെ അവനെ കാണുമ്പോൾ അവനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുവാനും ദൈവസഭകൾ ഒരുങ്ങാമെങ്കിൽ നമുക്കിത് സാഹചര്യങ്ങളെ പതിനായിരങ്ങളെ നേടാൻ കഴിയും. അത് കർത്താവ് ദിവസത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളതും ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നേതൃത്വമുള്ളവരാണ് ആത്മാർത്ഥമായി സഹകരിക്കേണ്ടത്. ദൈവദാസന്മാർ അതിനെ മാതൃക കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർ ചെയ്യും. ദൈവദാസന്മാർ അതിന് മാതൃക കാണിക്കണം. അത് കാണിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ളവർ അത് ചെയ്യും. ചില സഭകളിലൊക്കെ പോയി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്.
അവർ ആരെങ്കിലും ഒരു ഗസ്റ്റായിട്ട് വന്ന് അവരെ ബഹുമാനിക്കുകയും മാനിക്കുകയും അവരെ ആദരിക്കുകയൊക്കെ ചെയ്യും. സമയം കൊടുക്കും. അതിനുള്ള സമയം എല്ലാം കൊടുത്ത് ഞാൻ ബാംഗ്ലൂർ സഭ ചെന്നപ്പോൾ വളരെ എന്നെ കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷേ അവർ വളരെയധികം ബഹുമാനിച്ചു. പക്ഷേ ചില സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവിടുന്ന് വന്നതുപോലും ചോദിക്കത്തില്ല. വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ദിവസങ്ങളിൽ മാനിക്കേണ്ടവൻ മാനിച്ചാൽ മതി. ഈ ദിവസം മറ്റാരും നമ്മളെ മാനിച്ചില്ലെങ്കിലും അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അന്വേഷിക്കണം. ഒരു ഒരു മിനിറ്റെങ്കിലും അവരാരാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി സഭ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് സംസാരിക്കാൻ മറന്നു പോകരുതെന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ദൈവനം ഐക്യതയോടെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ അസാധാരണമായ വീര്യപ്രവർത്തികൾ സംഭവിക്കുക സാധാരണമാണ്. വീര്യപ്രവർത്തികൾ നടക്കണമെങ്കിൽ ദൈവം ഒന്നിച്ചെന്ന് പ്രവർത്തിക്കണം. ഇപ്പോൾ ജാതിയുടെ പൗലോസിനെ അതിശക്തമായ ദൈവം ഉപയോഗിച്ചതിന് പിറകിൽ ആത്മീയ ഐക്യതയുടെ പിൻബലമായിരുന്നു പ്രവർത്തിച്ചത്. അപ്പോൾ ഈ ആത്മീയ ഐക്യതയുള്ള ഒരു കുടുംബത്തെ, ഞാൻ പറഞ്ഞത് ആദ്യം ആസിയിൽ പ്രസംഗിക്കുമെന്ന് പറയാൻ കാരണം, അവിടെ അവന് സപ്പോർട്ട് ചെയ്യുവാൻ, അവന് പുറകെ നിൽക്കാൻ വേണ്ടി ഒരു കുടുംബമില്ലായിരുന്നു. എന്നാൽ അക്കില്ലാസും പ്രിസ്കില്ലയും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തുടങ്ങിയ സഭയ്ക്കകത്ത് ശക്തമായ പ്രവർത്തനം ഉണ്ടായപ്പോൾ പ്രാണൻ പോലും വെച്ചു കൊടുക്കാൻ തയ്യാറായി നിന്നവരായിരുന്നു ആ ദമ്പതിമാർ, അക്കില്ലാസും പ്രിസ്കില്ലയും. അവർക്ക് തലമുറ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും എഴുതപ്പെടാൻ പറ്റത്തില്ലല്ലോ, മക്കളും ഉണ്ടാകും. അപ്പോൾ ഇവർ പൗലോസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പൗലോസിന് വേണ്ടി സ്വന്തം പ്രാണൻ കഴുത്തു പോലും വെച്ചു കൊടുത്തു. വേണമെങ്കിൽ ഞങ്ങളെ കൊന്നു, പൗലോസിനെ ഒന്നും ചേർന്ന് നിന്നവരായിരുന്നു, പ്രാണസ്നേഹിതന്മാരായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ദൈവവേല ശക്തിപ്പെടുന്നത്. എനിക്കതില്ല എന്ന് ഞാൻ സമ്മതിക്കുക. അന്ന് രാത്രി ഞാൻ സമ്മതിക്കുന്നു. ഞാൻ സമ്മതിക്കുക. അത്രമാത്രമുള്ള ഒരു ഉൾക്കാഴ്ച ഈ ദിവസം എനിക്ക് നൽകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇവിടെ കഴിവതും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ ദൈവസഭയുടെ സ്നേഹവും ആ വളർച്ചയും ആ വലിയ കാര്യങ്ങളൊക്കെ എത്ര സന്തോഷകരമായിരുന്നു. എത്ര കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അവരെത്രമാത്രം ഒരുമിച്ച് നിന്നു. ഐക്യതയോടുള്ള ആ പ്രവർത്തനം വലുതായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പൈശാശക്തികൾക്ക് സത്യത ഇല്ലാത്തതും എന്നാൽ അവർക്ക് ഉണ്ടെന്ന് ബോഷ്കായി അവകാശപ്പെടുന്ന മാഹാത്മ്യം ഒടുങ്ങിപ്പോകുക തന്നെ ചെയ്യും. പറഞ്ഞാൽ ഇതിനൊന്നും മാഹാത്മ്യമുള്ളതല്ല, പക്ഷേ പറയുമ്പോൾ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് എഫെസോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദോവിൽ നിന്ന് വീണ എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ഇതിനൊന്നും വാസ്തവത്തിലില്ല. സാത്താൻ ബോഷ്കിൻ്റെ അപ്പനുമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവനെയാണ് മോസ്റ്റാവ്. അവനെയാണ് മോസ്റ്റാവ്, കള്ളൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ സാത്താനെ കള്ളൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാത്താൻ വന്നിട്ട് നമ്മുടെ അരിച്ചാക്കോ തേങ്ങ കൊണ്ടുപോകുന്ന മോസ്റ്റാവല്ല. അവൻ ചെയ്യുന്നത് ദൈവത്തിന് ശിക്ഷിതാവാം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും മോഷ്ടിച്ചെടുക്കപ്പെടുന്നവനാണ് ഈ ലോകത്തിൻ്റെ ദൈവം. അവനാണ് സാത്താൻ. അവൻ്റെ ശിങ്കടികളാണ് മറ്റുള്ള രീതിയിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയാം, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ, ഐക്യതയോടെ പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശക്തികളുടെ ഇല്ലാത്തതായ മാഹാത്മ്യം ഒടുങ്ങിപ്പോവും. സത്യശക്തി വ്യാപരിക്കുന്നിടത്ത് മാനസാന്തരത്തെ വൻ പ്രവർത്തികൾ വെളിപ്പെടും. അതിൻ്റെ വ്യക്തമായ തെളിവാണ് എഫെസോസിൽ സംഭവിച്ചത്. എഫെസോസിൽ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. അവിടെ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരിക്കുന്ന പ്രാർത്ഥനയും ഐക്യതയും ദൈവസ്നേഹവും ഉണ്ടായി. മരിക്കാൻ പോലും ഒരുമിച്ച് നിൽക്കുന്ന ചിലരെ ഒരുമിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തീ ഇറങ്ങും, അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ നമുക്കൊരു മടങ്ങിയ ഒരു ആവശ്യമല്ലേ? നമുക്ക് അത്രമാത്രം തീക്ഷണതയുണ്ടോ? ദൈവത്തെ വിടുന്ന അത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടോ? അതോ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്ന പോലെ ഒരു പ്രാർത്ഥന നടത്തി എല്ലാം ഒരു ചടങ്ങ് പോലെ നടത്തി പോവുകയാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. എഫെസോസിൽ സംഭവിച്ച അവിടെയുള്ള മന്ത്രവാദികളും ശുദ്ധപ്രയോഗം ചെയ്യുന്നവരും യേശു ക്രിസ്തു എന്ന അതിശയ നാമത്തിന് മുമ്പിൽ തോൽവി സമ്മതിച്ച് മുട്ടുമടക്കി. ശുദ്ധപ്രയോഗ പുസ്തകങ്ങൾ വൻശേഖർ അവർ തന്നെ അഗ്നിക്കിരയാക്കി. സുവിശേഷത്തിൻ്റെ കേൾവിയാൽ വലിയ മാറ്റമാണ് എഫെസോസിൽ സംഭവിച്ചത്. 19 അധ്യായത്തിൽ 19 വാക്യം പറയുന്ന ശുദ്ധപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു. ദൈവദാസന്മാരാരും പോയി മറ്റാരുടെയും പുസ്തകങ്ങളെടുത്ത് കത്തിച്ച് കളയത്തില്ല, നമ്മൾ ആരും ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ നമ്മുടെ പുസ്തകത്തെ കത്തിക്കാൻ വേണ്ടി പലർക്കും ഭയങ്കര പ്രവണതയാണ്.
വേദപുസ്തകത്തെ നീ കത്തിച്ചാൽ ഈ കടലാസെ കത്തിപ്പോകുള്ളൂ, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന വചനം ഒരിക്കലും നിനക്ക് കത്തിച്ചു കളയാൻ കഴിയത്തില്ല ലോകമേ. എന്നാൽ ഇവിടെ പൗലോസൊന്നും പോയി ആരുടെ പുസ്തകം കത്തിക്കാൻ പോയില്ല. മാനസാന്തരപ്പെട്ടവർക്ക് മനസ്സിലായി ഈ തിരുവചനത്തിനപ്പുറമായിട്ടൊരു പുസ്തകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ഗ്രന്ഥശേഖരങ്ങൾ, അന്നത്തെ കാലത്തെ 50,000 വെള്ളിക്കാശിൻ്റെ വിലയുള്ള പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് ചുട്ടു. എഫെസസ് എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി. അപ്പം ഇങ്ങനെ ശുദ്ധപ്രയോഗങ്ങളും വലിയ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വലിയ മാന്ത്രിക ശക്തിയുടെ അതിപ്രസരമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു എഫെസോസ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആധികാരികതയോടെ അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരാരും പുസ്തകം കത്തിക്കാൻ വേണ്ടി പോയില്ല. പക്ഷേ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നതൊന്നും ശരിയുള്ളതല്ല, അത് എല്ലാം കൊണ്ടുവന്ന് തീക്കകത്തിടുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാനസാന്തരം വന്നു കഴിയുമ്പോൾ ഈ വേണ്ടാത്തതെല്ലാം കൊണ്ടുവന്ന് തീരിട്ട് കളയും. ചിലരൊക്കെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിപ്പുണ്ട്. വിശ്വാസം ഒരു വർഷങ്ങളായിട്ട് പണ്ടത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവസംബന്ധ എഫെസോസിലെ പറയുമ്പോൾ അവർ വിലയേറിയ പുസ്തകങ്ങൾ, ശുദ്ധപ്രയോഗത്തിൻ്റെ പുസ്തകങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തിച്ച് കളഞ്ഞേക്കണേ, ഒന്നും വെച്ചുകൊണ്ട് ഇരുന്നേക്കരുത്, അനുഗ്രഹ തടസ്സമായിരിക്കും. ഇതൊക്കെയാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞൊരു ശുദ്ധീകരണം. ഇവിടെ പൗലോസൊക്കെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ എഫെസോസിലെ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആഗോളപരമായ സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഒറ്റ നോട്ടത്തിൽ പഠിപ്പിക്കുക, മനസ്സിലാക്കി തരിക. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പഴയതൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ലെന്ന് ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ശുദ്ധപ്രയോഗം ചെയ്തുകൊണ്ടിരുന്ന പുസ്തകങ്ങളെല്ലാം. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ആരായിരുന്നു? ശുദ്ധപ്രയോഗം ചെയ്യാൻ മിടുക്കരായിരുന്നു. അവർ വലിയ ഒരു അന്ധകാലത്തിൻ്റെ പിടിയിൽ കിടന്നവരായിരുന്നു. അവിടെയാണ് യേശുവിൻ്റെ സഭ ഒരു ചെറിയ കുടുംബത്തിൽ ആരംഭമിട്ടു. ഞാൻ വിചാരിക്കുന്നത് അക്വിലാസും പ്രിസ്കില്ലയും വാടകയ്ക്കെടുത്തൊരു വീട്ടിൽ തുടങ്ങിയ 2 പേര് പൗലോസും കൂടി തുടങ്ങിയൊരു വേല, എഫനത്തോസ് എന്നൊരു വ്യക്തി ആദ്യഫലമായി വന്നു. അതിനുശേഷമായി ദൈവം വ്യാപരിക്കാൻ തുടങ്ങി. ശീലാസും തിമോത്തിയോസും പൗലോസും അക്വിലാസും പ്രിസ്കില്ലയും കൂടി ദൈവത്തിൻ്റെ വചനം ആധികാരികമായി പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വമായപ്പോൾ അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്ന അന്ധകാര ശക്തിയുടെ ശക്തി ഒടുങ്ങിപ്പോയി, ഇല്ലാതായി തീർന്നു. ശുദ്ധപ്രയോഗം ചെയ്യുന്നവരുടെ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് പരസ്യമായി അവർ ചുട്ടുകളഞ്ഞ് ഈ പുസ്തകം കരങ്ങളിലേന്തി എന്ന് അവർ തന്നെ ചുട്ട് കളഞ്ഞിട്ട് കരങ്ങളിലേന്തി. വേറെ ആരും വന്ന് ചുട്ട് കളയരുത്. ഈ പുസ്തകം വേദപുസ്തകത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ഈ പുസ്തകം കാണുമ്പോൾ വലിച്ചു കീറി കളയുന്നവരുണ്ട്. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ആരും ആരുടെയും പുസ്തകം കീറിക്കളയാൻ പോകത്തില്ല, ഞങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെ പുസ്തകങ്ങൾ കീറിക്കളയാൻ വേണ്ടി ഞങ്ങൾ പോകത്തില്ല. പക്ഷേ എന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ സത്യം എത്തിക്കഴിയുമ്പോൾ, അവർക്ക് മാനസാന്തരം ഉണ്ടായിക്കഴിയുമ്പോൾ അവർക്കുള്ളത് പഴയതെല്ലാം അവർ കത്തിച്ചു കളയും. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയും ദൈവത്തിൻ്റെ ആധികാരികതയുമാണ്. അതല്ലാതെ ദൈവമക്കളാരുടെയും പുസ്തകം കത്തിച്ചു കളഞ്ഞ ചരിത്രം ഞങ്ങളാരെയും ദൈവദാസന്മാർ ദൈവമക്കൾ ആരും കത്തിച്ചു കളയാൻ പോകത്തില്ല. എന്നാൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എഫെസോസിലുള്ളവർ വന്നിട്ട് നേരെ തിരിച്ചല്ലേ ലോകത്ത് നടക്കുന്നത്? നേരെ തിരിച്ചല്ലേ? ലോകത്ത് നടക്കുന്ന ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം കാണുമ്പോൾ പലർക്കും കലിയ, പലർക്കും ഇത് കീറിക്കളയാൻ, പലർക്കും നിങ്ങൾ കത്തിച്ച് കളഞ്ഞു. ഞങ്ങളാരുടെയും പുസ്തകങ്ങൾ കത്തിച്ച് കളഞ്ഞിട്ടില്ല, കളയത്തുമില്ല. ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ ദൈവം അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. എന്നാൽ വിശ്വാസത്തിൽ വരുമ്പോൾ, മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ വേണ്ടാത്തതെല്ലാം എടുത്ത് കത്തിച്ച് കളയുകയും ചെയ്യും. അത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അവർ കൊണ്ടുവന്ന് ഇന്നോട് വായിക്കാം, ഈ ഭാഗം ഒന്നുകൂടെ വായിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശ്വസിച്ചിൽ അനേകരും വന്ന് 19:18 വിശ്വസിച്ചിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. അവർ വന്ന് ഏറ്റു പറഞ്ഞെന്ന്. നമ്മുടെയൊക്കെ മാനസാന്തരം പറഞ്ഞാൽ അറിഞ്ഞും അറിയാതെ ചെയ്തൊക്കെ അങ്ങ് ക്ഷമിക്കണമേ, ഒറ്റ വാക്കി തീർന്നു. ചേട്ടാ, അറിഞ്ഞതോ അറിയാതെയോ അങ്ങനെയല്ല മാനസാന്തരം. ദൈവദാസന്മാരുടെ ഏറ്റു പറഞ്ഞ കുമ്പസാരമല്ല. ഇവർ വേണ്ടാത്ത എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ന് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്നോട് പറഞ്ഞെല്ലാം പറഞ്ഞിട്ട് ഇവരത് സമ്മതിച്ചിട്ട് അവരെന്ത് ചെയ്തു? ശുദ്ധപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ട് കളഞ്ഞു. ആരാ ചെയ്തത്? അവർ തന്നെ ചെയ്തു. ഇന്ന് ചെയ്യുന്നതോ നമ്മുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് കത്തിച്ച് കളയാൻ വേണ്ടി നിൽക്കുക. നമ്മളാരും നമ്മളത് ചെയ്യത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം തീയാണ്,
പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഇത് വ്യാപരിച്ചു കഴിയുമ്പോൾ തകരേണ്ടത് തകരും, ഒടുങ്ങേണ്ടത് ഒടുങ്ങും, അതെ കത്തിച്ച് കളയേണ്ടത് ചാമ്പലായി പോകും. ഇതെല്ലാം കത്തി കഴിയപ്പെട്ടു പോകും കേട്ടോ. ലോകത്തിലുള്ള സകല സ്ഥലങ്ങളും, എല്ലാ പുണ്യസ്ഥലങ്ങളും കത്തി കഴിയപ്പെട്ടു പോകും. ഒന്നും നിലനിൽക്കത്തില്ല. ഈ ആകാശവും ഭൂമിയും കത്തി കഴിയപ്പെടും. ഒരു ബോംബ് വീണാൽ, ഒരു ന്യൂക്ലിയർ ബോംബോ ഇന്നത്തെ ഏതെങ്കിലും ബോംബ് വീണാൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും ചാമ്പലായി പോകും. ലോകത്തെ പല മടങ്ങ് ചാമ്പലാക്കാനുള്ള അണുബോംബുകളൊക്കെ കരസ്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പുണ്യസ്ഥലങ്ങളൊക്കെ എന്തായിത്തീരുമെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കത്തിച്ചാമ്പലാകപ്പെടും. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങളില്ലാത്തത്. യേശുലേം കത്തി കഴിയപ്പെട്ടാൽ എൻ്റെ വിശ്വാസം പോകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവിടെ അത് നടന്നാൽ അതെല്ലാം നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല. കാരണം ഈ ആകാശം ഭൂമി കത്തി കഴിയപ്പെടാനുള്ളത്. അതുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒന്നും നിലനിൽക്കുന്നതല്ല, ഇതെല്ലാം തീരാനുള്ളതാ. എന്നാൽ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് നിത്യതയുടെ വചനം ഹൃദയത്തിൽ രേഖപ്പെടുത്തി യേശു ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അവനെ ചാമ്പലാക്കി കളയാൻ ആർക്കും കഴിയത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനത്തെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും, അത് ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂലിക ക്രിസ്തുയേശുവിൻ്റെ വചനം കൊണ്ട്, ആ നാവ് കൊണ്ട്, അവൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾ എഴുതിയിരിക്കുന്ന വചനം നശിച്ചു പോകുന്നല്ല, നിത്യതയ്ക്കുള്ളതാണ്. അതാണ് ഇവിടെ എഫെസയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് എല്ലാ ദേശത്തിൻ്റെയും പ്രത്യേകതകളാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പാരമ്പര്യത്തിൻ്റെ പലതും കത്തിച്ച് കളഞ്ഞ് ചാമ്പലാക്കി ഇറങ്ങി വന്നവർക്കായി ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് കരങ്ങളിരിക്കുന്നുള്ളത് നോക്കി അത് ന്യായമല്ലാത്തതാണെങ്കിൽ, വേണ്ടാത്തതാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ഓരോരുത്തരും മാനസാന്തരപ്പെടുമ്പോൾ ചെയ്യേണ്ടതാണ്. അതൊരിക്കലും മറ്റാരും പറഞ്ഞിട്ടല്ല ചെയ്യേണ്ട, നിർബന്ധത്താലല്ല എന്നുള്ളതും ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പൈശാചിക അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ദുഷ്പ്രവൃത്തികളോടും ദുരാചാരങ്ങളോട് വിട പറയും. അങ്ങനെ നമ്മളെ വിട പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും കൊണ്ട് കൈപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്നുമില്ല. എങ്കിൽ ആകെയുള്ളത് ബൈബിളാണുള്ളത്. പിന്നെ ഒരു പാഠപുസ്തകമോ അതേ സംബന്ധ പുസ്തകങ്ങളെ കാണുകയുള്ളൂ. ആർക്കും വായിക്കാം. രഹസ്യമല്ല, പരസ്യമായിട്ട് വെക്കുന്നതാണ്. പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന വേദപുസ്തകം പരസ്യമായിട്ടുള്ളതാണ്, രഹസ്യമായിട്ട് വെക്കാനുള്ളതല്ല. എല്ലാവരും പരസ്യമായിട്ട് പ്രസംഗിക്കുന്നതും നമ്മുടെ പാട്ടുകൾ പരസ്യമായി പാടുന്നതും ഒക്കെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂലോകമൊക്കെയും അന്ന് ഭജിച്ചു പോന്നിരുന്ന അർത്തമിസ് ദേവിയുടെയും ആകാശത്ത് വീടെന്ന് വിശ്വസിച്ചിരുന്ന ബിംബത്തിൻ്റെയും ക്ഷേത്രകാവക്കാരായിരുന്നു എഫെസോസുകാരുടെ മാനസാന്തരം വൻ തിരിച്ചടിയാണ് അതിൻ്റെ പേരിൽ ധനസമ്പാദനം നടത്തിയിരുന്നത് ഉണ്ടായത്. ഇവിടെ ഈ അവിടെ ഉണ്ടായിരുന്ന പലതിൻ്റെയും ശക്തി അല്ലെങ്കിൽ കെട്ടടങ്ങിപ്പോയപ്പോൾ ഇത് മുഖാന്തരമായി ഇതിൻ്റെ പേരിൽ ധനസമ്പാദനം നടത്തുന്ന ഒരാൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവങ്ങളെ വിറ്റ് അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി പലതും ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നവരുണ്ട്. അത് എല്ലാ മേഖലകളിലുമുണ്ട്. അതിന് രാത്രിയിൽ സുവിശേഷം ക്രിസ്തു സ്ഥാപിച്ച യെരുശലേമിലെ സഭ, അവിടെ ബാങ്ക് ബാലൻസ് ഓപ്പൺ ചെയ്തിട്ട് 2 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ അന്നത്തെ അടിസ്ഥാനം ഇട്ടുകൊണ്ടല്ല ദൈവസഭ സ്ഥാപിച്ചത്. ദൈവസഭയുടെ മുതൽക്കൂട്ടായി ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാവിനെയാണ്. അതാണ് ദൈവസഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന സമ്പാദ്യം, ധനം. അതാണ് വ്യാപാരം ചെയ്യുന്നത്, അതല്ല സമ്പത്തല്ല. അതിലാണ് ദൈവസഭ സ്ഥാപിതമാക്കി. ക്രിസ്തുയേശു എന്ന മൂല്യമേറിയ വിലയേറിയ രക്തത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ സമ്പാദ്യം. അതാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്. അത് പാപങ്ങളെ പരിഹരിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ചെയ്യാൻ കഴിയാത്ത പാപപരിഹാരത്തെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ സഭയുടെ അടിസ്ഥാനം. അതാണ് നമ്മുടെ മൂലധനം. നമ്മുടെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാത്തല്ല ദൈവസഭ. നമ്മുടെ ക്യാപിറ്റലാണ്, നമ്മുടെ മൂലധനമാണ് ഏറ്റവും വലുത്. അത് ദൈവത്തിന് ജീവനാകുന്ന ക്രിസ്തുവിൻ്റെ രക്തമാണ് അതിൻ്റെ മൂലധനം. ക്യാപിറ്റൽ ഓഫ് ദ ചർച്ച് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ദൈവസഭയുടെ മൂലധനം. രാത്രിയിൽ ആ മൂലധനത്തിലാണ് ഞാനും ഞങ്ങളും പണിയപ്പെടുന്നത്. ബാക്കിയുള്ള ക്യാപിറ്റലൊക്കെ തകർന്നു പോകും. അതൊക്കെ ഷെയർ മാർക്കറ്റുകൾ ഉയരുകയും താഴുകയും ചെയ്ത് മാറ്റം വരും. എന്നാൽ ഒരിക്കലും മാറ്റം വരാത്ത ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, അത് എന്നേക്കും നിലനിൽക്കുന്ന, വിലമതിക്കാൻ കഴിയാത്ത ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ദൈവസഭയുടെ മൂലധനമാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. ആ രക്തത്തിലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രാത്രിയിൽ സന്തോഷമുണ്ടായിരിക്കണം. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, നമ്മളെ വിലയ്ക്ക് വന്ന് ദി പർച്ചേസ്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നമ്മളെ വിലയ്ക്ക് വാങ്ങി പിതാവാൻ ദൈവത്തിന് വേണ്ടി നമ്മളെ വിലയ്ക്ക് വാങ്ങി, തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അത് വിലയേറി അവനെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളി, പൊന്ന് മുതലായ
അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അല്ല, എന്നെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ആ വിലയ്ക്ക് വാങ്ങിയതാണ് ക്യാപിറ്റൽ. ദൈവസഭയുടെ അടിസ്ഥാനം, ദൈവസഭയുടെ മൂലധനം അത് യേശു ക്രിസ്തു രക്തമാണ്. ഇതിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ പുനരുത്ഥാനത്തെ ശക്തിയാണ്. ഇതിൻ്റെ കല്ലുകൾ ജീവനുള്ള മനുഷ്യരാ, ജീവൻ പ്രാപിച്ചവരാ. ഇതാണ് ദൈവസഭ, അതാണ് ദൈവത്തിൻ്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നിലനിൽപ്പിനായി അപ്പോൾ ഇവിടെ ധനസമ്പാദനം അത് വലിയ പ്രശ്നമുണ്ടായി. അത് മറന്നീക്കി ദെമത്രിയോസ് എന്ന തട്ടാൻ്റെ നേതൃത്വത്തിൽ അവിടെ വെളിപ്പെടുകയും ചെയ്തു. ഇവിടെ നോക്കിയപ്പോൾ അത് അപ്പോസ്തലർ 10-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളാണ് വായിക്കുന്നത്. ഞാനത് റെഫറൻസ് വഴി എടുത്ത് പോകാതെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ദെമത്രിയോസ്, നിങ്ങൾ 10-ാം അധ്യായം ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദെമത്രിയോസ് എന്ന വ്യക്തി അവൻ ദ്രവ്യാഗ്രഹികളായ ദെമത്രിയോസിൻ്റെയും അവൻ്റെ കൂട്ടൊരാളുടെയും നിലനിൽപ്പിനായി അവർ ആസിയയിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഇളക്കി വലിയ കലകം എഫെസോസിൽ സൃഷ്ടിച്ചു. സമ്പത്ത് നഷ്ടപ്പെട്ടു, ഇവരുടെ വരുമാനം മുടങ്ങിപ്പോയി. ചെറിയ കാര്യമൊന്നുമല്ല. ലോകം മുഴുവനും ഭജിച്ചു പോന്നിരുന്ന ആ വലിയ വലിയ കാര്യങ്ങൾ തകർന്നടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചു നിലനിൽപ്പാണ് വിഷയം. അതുകൊണ്ട് അവർ പറയുകയാണ്, ഇത് മൊത്തം വലിയ കഷ്ടതയിലൂടെ ആസിയയിലെ സഭകൾ, പ്രത്യേകിച്ച് എഫെസോസിലെ സഭ കടന്നു പോകേണ്ടി വന്നു. അതിൻ്റെ വചനത്തെളിവാണ് കൊരിന്ത്യ ലേഖനങ്ങളിൽ പൗലോസ് കോറിയിട്ടിരിക്കുന്നത്. പൗലോസ് പ്രകാരം രേഖപ്പെടുത്തി. റോമർക്ക് ലേഖനം 16-ാം അധ്യായം 3-5 ഞാൻ വായിച്ചു. ക്രിസ്തുയേശുവിൻ്റെ കിട്ടുപോലക്കരായ പ്രിസ്കില്ലയും അക്വിലാവിയെയും വന്ദനം ചെയ്യുകയും അവൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സഹസഭകളും കൂടി. വളരെ പ്രതികൂലം പ്രശ്നമുണ്ടായി. മരിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് അവിടെ ഒരു വട്ടടിയാത്തുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പ്രകാരം രേഖപ്പെടുത്തി. കൊരിന്ത്യർ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 8-ാം വാക്യം, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം ഞങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ ദൈവകൃപയാൽ ഉരുവാക്കപ്പെട്ടതാണ് എഫെസോസിലെ സഭ എന്നുള്ളതിൻ്റെ വ്യക്തത ലഭിച്ചല്ലോ. ത്യാഗപൂർണമായ സുവിശേഷ പ്രവർത്തനത്തിലൂടെ, അത് വലിയ സ്നേഹത്തിൻ്റെ, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനത്തിലൂടെ ഉളവാക്കപ്പെട്ടതാണ് എഫെസോസിലെ സഭ. അതുകൊണ്ടാണ് എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ സഭയായി എടുത്ത് യേശു കർത്താവ് സംസാരിപ്പാനിടയാക്കുന്നത്. അങ്ങനെ കഷ്ടം സഹിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത പൗലോസിൻ്റെ ജീവിതം വിശ്വാസ സമൂഹത്തിന് അനുകരിക്കത്തക്ക മാതൃകയാണ്. പൗലോസും എൻ്റെ കൂട്ടുവേലക്കാരും ദിനരാത്രങ്ങൾ പ്രാർത്ഥനയോടും ഉത്സരായതുകൊണ്ടാണ് ദൈവവേല ആസിയിൽ പടർന്ന് പന്തലിക്കുവാൻ ഇടയായത്. കഷ്ടതകളിൽ തളർന്നു പോകാതെ ദൈവസ്നേഹത്തിൽ ഐക്യതയോടെ പ്രവർത്തിച്ച ആസ്യസഭകളെക്കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള എൻ്റെ ഉത്ഭവ ചരിത്രം മനസ്സിലായതുകൊണ്ട് ഞാനൊന്ന് രാത്രിയിൽ സന്ദേശം അവസാനിപ്പിക്കുക. അദ്ദേഹം വെച്ചാൽ നാളെ അവരുടെ സഭാമൂപ്പന്മാരുടെ ബന്ധത്തിൽ സഭാമൂപ്പന്മാരെ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പൗലോസ്. അപ്പോൾ സഭ എങ്ങനെ സ്ഥാപിതമായെന്നുള്ളത് മനസ്സിലായല്ലോ. സഭ സ്ഥാപിതമായ സ്ഥലം എന്താണെന്ന് അറിയാമായിരുന്നല്ലോ. അവിടുത്തെ ആൾക്കാരാരായെന്ന് അറിയാമായിരുന്നല്ലോ. പക്ഷേ അവിടെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിലനിന്നിരുന്ന എല്ലാ ആ പൈശാചികമായ ശുദ്ധപ്രയോഗങ്ങളും മാറ്റി അതെല്ലാം ഉപേക്ഷിച്ച് എല്ലാം വിട്ടുകളഞ്ഞ് അവർ ഇറങ്ങിത്തിരിച്ച് സുവിശേഷമാകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുവാനിടയാത്തുന്നു. ഇന്ന് ശ്രമിച്ച പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ നമുക്കൊരു മാനസാന്തരം ആവശ്യമില്ലേ? ഞാനും നിങ്ങളും അകന്നു പോയിട്ടുണ്ടോ? സമ്പത്തിലോ നമുക്ക് കിട്ടിയ സ്ഥാനമഹിമകളിലോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ ഗമനിക്കാതെയും അവരെ നോക്കാതെയും ഒക്കെയുള്ള വലിയ ഒരു അഹങ്കാരത്തിലേക്കാണ് വന്നെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് മടങ്ങി വരാം. അത് വലിയ കാറും വലിയ പത്രാസും വലിയ വീടും വലിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നാം ദരിദ്രരെ മറന്നു കളയുവാൻ പാടില്ല. പൗലോസ് പറഞ്ഞു, ദരിദ്രരെ മറന്നു കളയണം. രാത്രി കണ്ണടയ്ക്കാം, ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, മടങ്ങി ഒരുവനായി ഏൽപ്പിച്ചു കൊടുക്കാം. അതായത് ദിവസങ്ങളിൽ യഥാർത്ഥമായി സ്നാനപ്പെട്ടിട്ടെങ്കിൽ സ്നാനപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ സ്നാനപ്പെടണം. അടിസ്ഥാന സഭയുടെ ഉപദേശങ്ങളാണ് സ്നാനപ്പെടണം. അഭിഷേകം പ്രാപിക്കണം. സത്യവചനത്തിന് വേണ്ടി നിൽക്കണം. പ്രസംഗത്തിൻ്റെ മാധുര്യമോ ചാതുര്യമോ അല്ല നോക്കേണ്ടത്. ദൈവത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ നിലനിൽക്കണം. അതിനായിരിക്കണം വില കൊടുക്കേണ്ടത്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അറിയപ്പെട്ടാട്ടെ. എവിടെയെങ്കിലും നമുക്ക് ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ രാത്രിയിൽ പറയാൻ, കർത്താവേ, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരും സ്നേഹിക്കാതെ പോയിട്ടുണ്ട് കർത്താവേ. ഞാൻ അഹങ്കരിച്ചു പോയിട്ടുണ്ട് കർത്താവേ. പലരും ഞാൻ കാണാതെ ഞാൻ മാറിപ്പോയിട്ടുണ്ട് കർത്താവേ. അല്ലെങ്കിൽ എനിക്ക് കീഴ്പ്പെടാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് പ്രദർശിപ്പിക്കുവാൻ
എന്നെയും എൻ്റെ കുടുംബത്തെ എൻ്റെ സഭയെയും സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദിവസം ദൈവസഭയ്ക്ക് വേണ്ടി അതെ നമുക്ക് ദൈവം നമ്മളോട് സംസാരിച്ച പ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ കഴിയും? ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ ശ്രേഷ്ഠകരമാണ്. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അതെനിക്കൊരു മാറ്റം ആവശ്യമാണ്. ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. എല്ലാ കരങ്ങളും ദൈവത്തെ ഉയർത്തിപ്പെടുത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് ആഹ്വാനം നൽകിയ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. കർത്താവ് വരുമ്പോൾ പോകുമെന്നൊക്കെ നമ്മൾ പറയണം. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുക, നിനക്ക് എൻ്റെ സ്നേഹം നിൻ്റെ ഉള്ളിലില്ല കുഞ്ഞെ. യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നിനക്കൊരു മാറ്റം വന്നേനെ. ദിവസങ്ങളിൽ കഴിഞ്ഞ 2024 ആരംഭത്തെ 9-ാം മാസം നമുക്കൊരു സമൂലമായ മാറ്റം ആവശ്യമില്ലേ? നമുക്ക് ആവശ്യമാണ്. ഞാൻ സമർപ്പിക്കുന്നു. എത്ര പേർ സമർപ്പിക്കുന്ന രാത്രി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് ഞങ്ങളാൽ നമ്മെ സഹായിക്കുക. വെച്ചാൽ നാളെ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കും. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.